ഓക്കെ, എല്ലാവർക്കും നമസ്കാരം. അപ്പൊ നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ കോൺവേർട്ട് റൂൾസിലെ നമ്മുടെ 11ാമത്തെ റൂളാണ്. റൂളിൽ ഞാൻ പറഞ്ഞു വന്ന കാര്യം എന്തായിരുന്നു? ചില വാക്കുകൾ കണ്ടു കഴിഞ്ഞാൽ അത് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ എന്ന് നമുക്ക് പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റില്ല. ഞാൻ അതിന് നല്ലൊരു എക്സാമ്പിൾ നിങ്ങൾക്ക് ഞാൻ ഇട്ടുതരാം. നിങ്ങൾ അത് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ എന്ന് നിങ്ങൾ എന്നോടൊന്ന് പറയണം കേട്ടോ. ഇപ്പൊ ഞാൻ പറയാണ്, പോലീസ് എന്ന് ഞാൻ പറഞ്ഞു എന്ന് വിചാരിക്കാം. എന്താണ് പോലീസ് എന്ന് പറഞ്ഞു? ഈ പോലീസ് എന്ന് പറയുന്നത് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ? ഒന്ന് ടൈപ്പ് ചെയ്ത് നിങ്ങള്. പോലീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംഗുലർ ആണോ പ്ലൂറൽ ആണോ? അപ്പൊ ഞാൻ പറയാണ്, പോലീസ് ഈസ് റണ്ണിങ് എന്ന് പറഞ്ഞു എന്ന് വിചാരിക്കാം. ഇത് ശരിയാണോ തെറ്റാണോ? പോലീസ് ഓടിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയാണ്. പോലീസ് ഈസ് റണ്ണിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയാണോ തെറ്റാണോ? അവിടെയാണ് നമ്മൾ അറിയേണ്ടത് നമ്മൾ, അല്ലെ? അപ്പൊ പോലീസ് എന്ന് പറയുന്നത് സിംഗുലർ ആണെങ്കിൽ എനിക്ക് ഈസ് ഉപയോഗിക്കാം. ഇനി പോലീസ് എന്ന് പറയുന്നത് സിംഗുലർ അല്ല എങ്കിൽ ഞാൻ അവിടെ ഈസ് അല്ല ആറാണ് ഉപയോഗിക്കേണ്ടത് നമുക്ക് അറിയാം. പക്ഷെ എങ്ങനെ അറിയാൻ പറ്റും പോലീസ് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ എന്നുള്ളത്? ഒന്നും ആലോചിക്കേണ്ട കാര്യമില്ല. വെറുതെ നിങ്ങൾക്ക് പോലീസ് എന്ന് മാത്രമേ തന്നിട്ടുള്ളൂ എന്ന് വിചാരിക്കുക. തീർച്ചയായിട്ടും അത് പ്ലൂറലാണ്. എന്താണ്? പോലീസ് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എങ്കിൽ അത് പ്ലൂറലാണ്. ഇനി സിംഗുലർ ആയിട്ട് പറയണമെങ്കിൽ നമ്മൾ എന്ത് പറയണം? നമ്മള് പോലീസ്മാൻ എന്ന് നമ്മൾ പറയണം. അങ്ങനെ പറഞ്ഞാൽ മാത്രമേ അത് സിംഗുലർ ആവുകയുള്ളൂ. ഓക്കെ, അപ്പൊ പോലീസ് എന്നുള്ള വാക്ക് ആക്ച്വലി എന്താ ഉദ്ദേശിക്കുന്നത്? അവർ ഉദ്ദേശിക്കുന്നത് പോലീസ് ഫോഴ്സിനെയാണ് അവർ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ കാണുന്നത് തെറ്റല്ലേ? പോലീസ് ആർ റണ്ണിങ് എന്ന് വേണം നമ്മൾ പറയാനായിട്ട്. ഇങ്ങനെ ജന്മനാ തന്നെ പ്ലൂറൽ ആയിട്ടുള്ള കുറച്ച് വാക്കുകളുണ്ട്. ആ വാക്കുകൾ നമുക്കൊന്ന് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്കൊന്ന് പരിചയപ്പെടാം. ഏതൊക്കെ വാക്കുകളാണ് കേട്ടോ? പോലീസ് വരുന്നുണ്ട്. അതേപോലെ തന്നെ കാവൽറി എന്നുള്ളൊരു വാക്കുണ്ട്, പഠിച്ചു വയ്ക്കുക. കാവൽറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുതിരപ്പട എന്നാണ് അതിന്റെ അർത്ഥമായിട്ട് വരുന്നത്. ഓക്കെ, അല്ലെങ്കിൽ ഡൈസ് എന്നുള്ള വാക്ക്, ഡൈസ് എന്നുള്ള വാക്കിനെ നമ്മൾ സിംഗുലർ ആയിട്ടും പ്ലൂറൽ ആയിട്ടും ഉപയോഗിക്കും. നമ്മൾ കോണ്ടെക്സ്റ്റ് നോക്കിയിട്ട് വേണം നമ്മൾ പറയാനായിട്ട്. സാധാരണഗതിയിൽ നമ്മൾ അതിനെ നമ്മൾ പ്ലൂറൽ ആയിട്ടാണ് നമ്മൾ അതിനെ കണക്കാക്കുക എന്ന് മനസ്സിലാക്കി വെക്കുക. അതേപോലെ തന്നെ ജെൻട്രി എന്നുള്ള വാക്ക്, ജെൻട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോബിൾ ആയിട്ടുള്ള ആൾക്കാർ പറയുന്നതാണ് ജെൻട്രി എന്നുള്ളത്. ഇപ്പൊ നമ്മൾ ഈ കൗണ്ട് എന്നൊക്കെ കേട്ടിട്ടില്ലേ? നമ്മള് ഇംഗ്ലണ്ട് രാജവംശത്തിൽ നമ്മൾ കൗണ്ടുകൾ എന്നൊക്കെ പറയില്ലേ? നോബിൾ ആയിട്ടുള്ള ആൾക്കാരെ, ഉന്നത കുലത്തിലുള്ള ആൾക്കാരൊക്കെ പറയില്ലേ? അങ്ങനെയുള്ള ആൾക്കാരെയാണ് നമ്മൾ എന്തു പറയുന്നത്? നമ്മള് ജെൻട്രി എന്ന് നമ്മൾ പറയുന്നത്. അതേപോലെ പീപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്ലൂറൽ ആണ്. കാറ്റിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കന്നുകാലി വർഗത്തെ മുഴുവനായിട്ട് നമ്മൾ എന്താ പറയാ? നമ്മള് കാറ്റിൽ എന്നാണ് നമ്മൾ പറയുക. അതേപോലെ എന്താണ്? കൃമികീടങ്ങളെ നമ്മൾ വെർമിൻ എന്നാണ് നമ്മൾ പറയുക. നമ്മൾ ഈ തുടങ്ങിയ വാക്കുകളെയൊക്കെ നമ്മൾ എപ്പോഴും എന്തായിട്ട് വേണം കണക്കാക്കാനായിട്ട്? നമ്മൾ ഇതിനൊക്കെ നമ്മൾ പ്ലൂറൽ ആയിട്ട് വേണം നമ്മൾ കണക്കാക്കാനായിട്ട് നോട്ട് ചെയ്ത് വയ്ക്കുക കേട്ടോ. എന്തൊക്കെയാണ്? പോലീസ്, കാവൽറി, ഡൈസ്, ജെൻട്രി, പീപ്പിൾ, കാറ്റിൽ, വെർമിൻ. ഇതിനൊക്കെ നമ്മൾ എപ്പോഴും നമ്മൾ പ്ലൂറൽ ആയിട്ട് വേണം നമ്മൾ കണക്കാക്കാനായിട്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാനൊരു സെന്റൻസ് പറയാണ്, ദ കാറ്റിൽ ഡാഷ് ഗ്രേസിങ്. ദ കാറ്റിൽ ഡാഷ് ഗ്രേസിങ്. ഈസ് ആണോ വരിക ആറാണോ വരിക? അവിടെ കന്നുകാലികൾ പുല്ല് തിന്നുകൊണ്ടിരിക്കാന്നാണ് പറയുന്നത്, അല്ലെ? അപ്പൊ കാറ്റിൽ സിംഗുലർ ആണ് പ്ലൂറൽ ആണെന്ന് ആദ്യം നിങ്ങൾക്ക് മനസ്സിലാവണം. ഇപ്പൊ നിങ്ങൾ പഠിച്ചു കാറ്റിൽ എന്ന് പറയുന്നത് പ്ലൂറൽ ആണെന്ന് നിങ്ങൾക്ക് അറിയാം. അപ്പൊ നിങ്ങൾ എന്ത് വേണം പറയാനായിട്ട്? നിങ്ങൾ കാറ്റിൽ ആർ ഗ്രേസിങ് എന്ന് വേണം നമ്മൾ പറയാനായിട്ട്. ക്ലിയർ ആണോ? ഇനി ഞാൻ പറയാണ്, ഡയസ് ഡാഷ് യൂസ്ഡ് ഇൻ മെനി ഗെയിംസ്, മെനി ബോർഡ് ഗെയിംസ് എന്നൊക്കെ പറഞ്ഞു വിചാരിക്കാം. ഡയസ് ഡാഷ് യൂസ്ഡ് ഇൻ മെനി ബോർഡ് ഗെയിംസ്. എന്താണ് ഇവിടെ വരിക? ഡൈസസ് എന്ന് പറയുന്നില്ല, ഡൈസ് എന്ന് മാത്രമേ പറയുന്നുള്ളൂ. എങ്കിൽ പോലും നമ്മൾ അതിന് എന്തായിട്ട് എടുക്കണം? നമ്മൾ പ്ലൂറൽ ആയിട്ട് നമ്മൾ കണക്കാക്കണം. അവിടെ എന്ത് പറയണം? ആർ എന്ന് നമ്മൾ പറയണം എന്നുള്ളതാണ്. ക്ലിയർ ആണേ? അപ്പൊ നമ്മുടെ റൂൾ നമ്പർ 11 നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. കാറ്റിൽ, കാവൽറി, ഡൈസ്, ജെൻട്രി, പീപ്പിൾ, വെർമി തുടങ്ങിയ വാക്കുകളെയൊക്കെ നമ്മൾ പ്ലൂറൽ ആയിട്ട് കണക്കാക്കിക്കൊണ്ട് തന്നെ പ്ലൂറൽ വെർബ് വേണമെന്ന് മനസ്സിലാക്കി വെക്കുക. ക്ലിയർ ആണേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ വേറെ ചില വാക്കുകൾ ഞാൻ പറഞ്ഞുതരാം. ഞാൻ നിങ്ങളോട് ഒരു വാക്കിന്റെ ഞാൻ മീനിങ് ചോദിക്കാം. അത് കറക്റ്റ് ആയിട്ട് എന്താ നിങ്ങൾ പറയണം. ഇപ്പൊ ഞാനിവിടെ കണ്ണട വെച്ചിട്ടുണ്ട്, അല്ലെ? എന്റെ കണ്ണടേനെ എന്താണ് പറയാ? എന്റെ കണ്ണടേനെ ഇംഗ്ലീഷിൽ എന്താണ് പറയാ? അപ്പൊ നമ്മൾ പറയും സ്പെക്സ് എന്ന് പറയും. നമ്മൾ സാറ് സ്പെക്സ് വെച്ചിട്ടുണ്ടല്ലോ എന്ന് പറയും, അല്ലെ? സ്പെക്സ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു വാക്കിന്റെ ഷോർട്ട് ഫോം ആണ്, അല്ലെ? സ്പെക്സ് ഏത് വാക്കിന്റെയാണ്? സ്പെക്ടക്കിൾസ് എന്നുള്ള വാക്കിന്റെ ഷോർട്ട് ഫോം ആണ് സ്പെക്സ് എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, കണ്ണടേനെ സ്പെക്ടക്കിൾസ് എന്ന് തന്നെയാണോ പറയുക അതോ സ്പെക്ടക്കിൾ എന്നാണോ പറയുക? ഏതാണ് ശരി? കണ്ണടേനെ സ്പെക്ടക്കിൾസ് എന്ന് പറയോ അഥവാ സ്പെക്ടക്കിൾ എന്നാണോ പറയുക? ഏതാണ് കറക്റ്റ് ആയിട്ട് വരുന്നത്? നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണെങ്കിൽ ഓക്കെ, അറിയില്ലെങ്കിൽ പഠിച്ചു വെക്കുക. എന്താണ്? സ്പെക്ടക്കിൾസ് എന്ന് വേണം കണ്ണടേനെ നമ്മൾ പറയാനായിട്ട്.
സ്പെക്ടക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പെക്ടക്കിൾസിന്റെ സിംഗുലർ വേർഡ് അല്ല, ഇത് വേറൊരു വാക്കാണ്. എന്താണ് സ്പെക്ടക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? സ്പെക്ടക്കിൾ എന്ന് പറഞ്ഞാൽ മനോഹരമായിട്ടുള്ള എന്നുള്ള അർത്ഥമാണ് വരുന്നത്. മനോഹരമായി. ഓക്കെ, സ്പെക്ടക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ എന്താണ് ഒരു ഹിൽ സ്റ്റേഷനിൽ പോയപ്പോ അവിടെ ഇങ്ങനെ മലകൾ നിറയെ ഇങ്ങനെ മഞ്ഞ് ഇങ്ങനെ മൂടി കിടക്കുകയാണ് അല്ലെ. ആ ഒരു സീനറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്പെക്ടക്കിൾ എന്ന് പറയുന്നത്. കണ്ണടേനെ നമ്മൾ സ്പെക്ടക്കിൾസ് എന്ന് വേണം പറയാനായിട്ട്. ഒരു കണ്ണടയാണെങ്കിലും നമ്മൾ സ്പെക്ടക്കിൾസ് എന്ന് വേണം പറയാൻ. അത് എന്തുകൊണ്ടാണ് അങ്ങനെ പ്ലൂറൽ ചേർത്ത് പറയണേ? കാരണം ഒരു കണ്ണട എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ആ കണ്ണടയിൽ എന്തുണ്ട്? 2 വട്ടങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് അല്ലെ. 2 ഭാഗങ്ങളുണ്ട്. അങ്ങനെ 2 ഭാഗങ്ങളായിട്ട് വരുന്ന സാധനങ്ങളെയൊക്കെ നമ്മൾ എപ്പോഴും പ്ലൂറൽ ചേർത്ത് വേണം നമ്മൾ പറയാനായിട്ട്. അപ്പൊ അങ്ങനെ 2 സാധനങ്ങൾ ചേർന്ന് വരുന്ന ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏതൊക്കെ സാധനങ്ങളാണ് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്? ഇപ്പൊ ഒരെണ്ണം ഞാൻ പറഞ്ഞു, കണ്ണട എന്ന് ഞാൻ പറഞ്ഞു അല്ലെ. അതേപോലെ തന്നെ പറയാവുന്നതാണ് അല്ലെ, ബൈനോക്കുലേഴ്സ് എന്ന് പറയാം അല്ലെ. ഒരിക്കലും നമ്മൾ ബൈനോക്കുലർ എന്ന് പറയാൻ പാടില്ല. അമ്മേ എനിക്ക് ആ ഉത്സവത്തിന് എനിക്ക് ആ ബൈനോക്കുലർ വാങ്ങി തരുമോ എന്ന് പറയാൻ പാടില്ല. അങ്ങനെ വാക്കില്ല. അതിനെപ്പോഴും നമ്മൾ എന്താ പറയണ്ടേ? ബൈനോക്കുലേഴ്സ് വേണം പറയാനായിട്ട്. കാരണം എന്താ? അതിന് ഇതേപോലെ തന്നെ ആ 2 വട്ടങ്ങൾ ഉണ്ടെന്നുള്ളതാണ് അല്ലെ. ഇതിനെ നമ്മൾ എപ്പോഴും എന്തായിട്ട് കണക്കാക്കണം? നമ്മൾ പ്ലൂറലായിട്ട് കണക്കാക്കണം അല്ലെ. അല്ലെങ്കിൽ ഞാൻ ഷോർട്സ് ഇടാണ് അല്ലെ. ഷോർട്സ്, കുട്ടി ട്രൗസർ, അതിനെ നമ്മൾ എന്ത് പറയും? നമ്മൾ ഷോർട്സ് എന്ന് പറയും അല്ലെ. ആക്ച്വലി പാന്റ്, നമ്മൾ പറയുന്ന പാന്റിന് നമ്മൾ ശരിക്കും എന്താ പറയേണ്ടത്? നമ്മൾ ട്രൗസേഴ്സ് എന്ന് വേണം പറയാനായിട്ട്. നമ്മൾ ഇടുന്ന പാന്റിനെ നമ്മൾ ട്രൗസേഴ്സ് എന്നാണ് പറയുക. നമ്മൾ പറയുന്ന നമ്മുടെ ട്രൗസറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നമ്മൾ ഷോർട്സ് എന്ന് പറയണത്. ഓക്കെ, നമ്മൾ ഇടുന്ന ട്രൗസറിനെ ശരിക്കും ഷോർട്സ് എന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആക്ച്വലി പാൻസ് എന്ന് പറഞ്ഞ എന്താണ്? ആക്ച്വലി പാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിവസ്ത്രത്തിനെയാണ് നമ്മൾ പാൻസ് എന്ന് പറയാന്നുള്ളതാണ് കേട്ടോ. അപ്പൊ അത് മനസ്സിലാക്കി വെക്കുക. അപ്പൊ ഇങ്ങനെയുള്ള വാക്കുകളൊന്നും നമ്മൾ സിംഗുലർ ആയിട്ട് നമ്മൾ പറയാനായിട്ട് പാടില്ല. ഇതേപോലെ വരുന്ന വേറെ വാക്കുകൾ ഏതൊക്കെയാണ്? ഗ്ലൗസ് വരുന്നുണ്ട് അല്ലെ. ഗ്ലൗസ് എപ്പോഴും നമ്മൾ ഒരു പെയർ ആയിട്ടാണ് നമ്മൾ എടുക്കുള്ളൂ അല്ലെ. ഒരു സെറ്റ് ആയിട്ടാണ് നമ്മൾ എടുക്കുക നമ്മൾ അല്ലെ. അല്ലെങ്കിൽ നിങ്ങൾക്ക് പറയാവുന്ന എന്താണ്? പൈജാമാസ് എന്ന് പറയാൻ പറ്റും നമുക്ക് അല്ലെ. പൈജാമാസ്. ഓക്കെ, പൈജാമ ജുബ എന്ന് കേട്ടിട്ടില്ലേ. അല്ലെങ്കിൽ എന്താ പറയുന്നത്? നമ്മുടെ കത്രിക വരുന്നുണ്ട് അല്ലെ. സിസേഴ്സ് വരുന്നുണ്ട്. അപ്പൊ അത് നമ്മൾ എങ്ങനെയാ പറയേണ്ടത്? നമ്മൾ സിസേഴ്സ് എന്ന് വേണം പറയാം അല്ലെ. അല്ലെങ്കിൽ എന്താണ്? നമ്മൾ സോക്സ് അല്ലെ. സോക്സ് എപ്പോഴും ഒരു പെയർ ആയിട്ടാണ് നമ്മൾ പറയുന്നത് എന്നുള്ളതാണ് അല്ലെ. അപ്പൊ ഈ തുടങ്ങിയ വാക്കുകളെയൊക്കെ നമ്മൾ പാൻസ്, അണ്ടർ പാൻസ്, അല്ലെങ്കിൽ പീസേഴ്സ്, ഗ്ലൗസ്, പൈജാമാസ്, ഇങ്ങനത്തെ വാക്കുകളെയൊക്കെ നമ്മൾ എപ്പോഴും എസ് ചേർത്ത് വേണം പറയാനായിട്ട്. അതായത് പ്ലൂറൽ ഫോമിൽ വേണം പറയാനായിട്ട്. എസ് ചേർത്തത് കൊണ്ട് തന്നെ ഇതിന് നമ്മൾ പ്ലൂറൽ എന്ന് പറയുന്ന വാക്കിന്റെ, പ്ലൂറലായിട്ട് വരുന്ന വാക്കിന്റെ അതേ പൊസിഷനാണ് കൊടുക്കുന്നത്. അപ്പൊ ഇവയൊക്കെ നമ്മൾ എപ്പോഴും പ്ലൂറൽ വെർബ് നമ്മൾ അവിടെ യൂസ് ചെയ്യണം എന്നുള്ളതാണ്. ഓക്കെ, ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എന്താണ്? എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മൈ സോക്സ് ഡാഷ് ബീൻ സ്റ്റോളൻ. ഞാൻ സ്കൂളിൽ പോയി, എന്റെ സ്കൂളിലേക്ക് ഞാൻ സോക്സ് ഒക്കെ ഇട്ടിട്ട് പോയി. ഞാൻ വൈകുന്നേരം നോക്കിയപ്പോ എന്റെ സോക്സ് അവിടുന്ന് കാണാനില്ല എന്ന് വിചാരിക്കാം. സോക്സ് കാണാനില്ല, ആരോ അടിച്ചു മാറ്റി പോയി എന്നുള്ളതാണ് അല്ലെ. അപ്പൊ എന്താ പറയേണ്ടത്? ഞാൻ ഹാസ് ബീൻ സ്റ്റോളൻ എന്നാണോ പറയേണ്ടത്? ഹാവ് ബീൻ സ്റ്റോളൻ എന്നാണോ പറയേണ്ടത്? ഹാസ് ആണോ ഹാവ് ആണോ യൂസ് ചെയ്യേണ്ടത്? സോക്സ് ആണ് വന്നിരിക്കുന്നത്, പ്ലൂറൽ ആണ്. അതുകൊണ്ട് തന്നെ എന്ത് യൂസ് ചെയ്യണം? ഞാൻ അവിടെ ഹാവ് എന്ന് വേണം യൂസ് ചെയ്യാനായിട്ട്. ഓക്കെ, ഇനി ബൈനോക്കുലേഴ്സ് എന്നുള്ള വാക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ പറയണെങ്കിലോ അവിടെ ഞാൻ എന്ത് പറയണം? ഞാൻ ആർ എന്നുള്ള അല്ലെങ്കിൽ ഹാവ് എന്ന് പറയുന്ന പ്ലൂറൽ വെർബ് വേണം ഞാൻ യൂസ് ചെയ്യാനായിട്ട്. അപ്പൊ അതൊന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. നമ്മുടെ 12ാമത്തെ റൂൾ എന്ന് പറയുന്നത് ഇതാണ്. ഈ തുടങ്ങിയ വാക്കുകളെയൊക്കെ നമ്മൾ എന്തായിട്ട് കണക്കാക്കണം? നമ്മൾ പ്ലൂറലായിട്ട് കണക്കാക്കണം എന്ന് മനസ്സിലാക്കി വെക്കുക. ക്ലിയർ ആണ്? ഇനി അങ്ങനെയാണെങ്കിൽ ഞാനിപ്പോ ഇങ്ങനെ പറഞ്ഞു എന്ന് വിചാരിക്കാം. വേർ ആർ മൈ പെയർ ഓഫ് പാൻസ്? വേർ ആർ മൈ പെയർ ഓഫ് പാൻസ്? വേർ ആർ മൈ പെയർ ഓഫ് പാൻസ്? ഇത് ശരിയാണോ തെറ്റാണോ? പാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലൂറലായിട്ട് കണക്കാക്കണം. അവിടെ ആറ് യൂസ് ചെയ്യണം എന്നാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഇവിടെ ഈ ആറ് യൂസ് ചെയ്തിരിക്കുന്നത് ശരിയാണോ തെറ്റാണോ എന്നാണ് എന്റെ ചോദ്യം. ഇവിടെ ഇത് തെറ്റാണ്. ഇവിടെ എന്താ പറയേണ്ടത്? നമ്മള് ഈസ് എന്ന് വേണം പറയാനായിട്ട്. കാരണം എന്താ? പെയർ ഓഫ് എന്ന് പറഞ്ഞ് ഒരു സാധനം നമ്മുടെ വരിയിൽ വന്നു കഴിഞ്ഞാൽ അവിടെ നമ്മള് സിംഗുലർ ഫോമിലുള്ള വെർബ് വേണം നമ്മൾ യൂസ് ചെയ്യാനായിട്ട്. എന്താണ്? വെറുതെ പാൻസ് മാത്രമായിരുന്നെങ്കിൽ എനിക്ക് പറയാം അല്ലെ, വേർ ആർ മൈ പാൻസ് എന്ന് പറയാമായിരുന്നു. പക്ഷെ പെയർ ഓഫ് വന്നു കഴിഞ്ഞാൽ അവിടെ ഞാൻ എന്താ യൂസ് ചെയ്യാൻ പാടുള്ളൂ? സിംഗുലർ ആയിട്ട് മാത്രമേ ഞാൻ യൂസ് ചെയ്യാൻ പാടുള്ളൂ. അതൊന്ന് പഠിച്ചു വെക്കാം. ഇത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. ഓക്കെ, ഇനി ഞാൻ പറയാണ് എ പെയർ ഓഫ് ഷൂസ് ഡാഷ് ബീൻ ബോട്ട്. ഹാസ് ബീൻ ബോട്ട് ആണോ ഹാവ് ബീൻ ബോട്ട് ആണോ വരണ്ടേ? എ പെയർ ഓഫ് ഷൂസ്
ഹാസ് ബീൻ ബോട്ട് ആണോ ഹാവ് ബീൻ ബോട്ട് ആണോ? ഷൂസ് വന്നിട്ടുണ്ട്, ഷൂസ് പ്ലൂറലാണ്, പക്ഷെ പെയർ ഓഫ് വന്നതുകൊണ്ട് നമ്മൾ സിംഗുലർ എടുക്കാൻ പാടുള്ളൂ. അതുകൊണ്ട് എന്ത് പറയണം? ഹാസ് ബീൻ ബോട്ട് എന്ന് വേണം നമ്മൾ പറയാനായിട്ട്. ഈ റൂള് ക്ലിയർ ആയേ? എന്താ നമ്മൾ പറഞ്ഞത് മനസ്സിലായോ? അപ്പൊ ഏതൊക്കെ വാക്കുകളെയാണ് നമ്മള് പ്ലൂറലായിട്ട് എടുക്കണേ എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. അതിൽ ഒരു എക്സെപ്ഷൻ ആയിട്ട് വരുന്നത് എന്താ? പെയർ ഓഫ് വന്നു കഴിഞ്ഞാൽ അതിനെ നമ്മൾ സിംഗുലർ ആയിട്ട് മാത്രമേ നമ്മൾ എടുക്കാൻ പാടുള്ളൂ എന്നും മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇനി ചില വാക്കുകൾ ഉണ്ടെന്നുള്ളതാണ് അല്ലെ. ചില വാക്കുകൾ നമ്മൾ എപ്പോഴും നമ്മൾ എന്തായിട്ട് എടുക്കണം നമുക്ക് നോക്കാം. ഇപ്പൊ ഒരു എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ അത്ലറ്റിക്സ് എന്ന് പറഞ്ഞു എന്ന് വിചാരിക്കുക. കളികളെ കുറിച്ച് നമ്മൾ പറയാം അല്ലെ, അത്ലറ്റിക്സ്. അപ്പൊ ഇവിടെ എസ് വെച്ച് അവസാനിക്കുന്ന ഒരു വേർഡാണ്. അപ്പൊ നമ്മൾ വിചാരിക്കും അത്ലറ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലൂറൽ ആണല്ലോ എന്ന് വിചാരിക്കും. നമ്മൾ അങ്ങനെയല്ലേ പഠിച്ചാണ്, എസ് വെച്ച് അവസാനിക്കുന്നതാണെങ്കിൽ പ്ലൂറൽ ആണെന്ന് നമ്മൾ പറയണം അല്ലെ. പക്ഷെ അത്ലറ്റിക്സ് എന്ന് പറയുന്ന വാക്ക് സിംഗുലർ ആയിട്ട് വേണം നമ്മൾ എടുക്കാനായിട്ട്. ചില ഗെയിമുകൾ ഉണ്ടെന്നുള്ളതാണ് അല്ലെ. ഇപ്പൊ ഗെയിം എന്ന് പറഞ്ഞാൽ എന്താണ്? ബില്യഡ്സ് എന്ന് പറഞ്ഞ ഗെയിം അല്ലെ. ബില്യഡ്സ് എന്ന് പറഞ്ഞ ഗെയിം. ഇപ്പൊ ടെന്നീസ് എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല, അല്ലെങ്കിൽ ബില്യഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക? എസ് വെച്ച് അവസാനിക്കുന്നതാണ്. ബില്യഡിന്റെ പ്ലൂറൽ അല്ല ബില്യഡ്സ് എന്ന് പറയുന്നത്. അതൊരു ഗെയിമാണ്. എസ് വെച്ച് അവസാനിക്കണം എന്ന് വെച്ചിട്ട് അത് പ്ലൂറൽ ആകണമെന്നില്ല. അതിന് നമ്മൾ എന്തായിട്ട് എടുക്കണം? നമ്മള് അതിനെ സിംഗുലർ ആയിട്ട് തന്നെ നമ്മൾ എടുക്കണമെന്ന് മനസ്സിലാക്കി വെക്കാം. ഓക്കെ, അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ പറയാണ് ജിംനാസ്റ്റിക്സ് എന്ന് പറയാണ് നമ്മൾ അല്ലെ. ജിംനാസ്റ്റിക്സ് ഇത് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ? തീർച്ചയായിട്ടും ഇത് സിംഗുലർ ആണ് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇനി ചില രോഗങ്ങൾ വരുന്നുണ്ടെന്നുള്ളതാണ് എസ് വെച്ച് അവസാനിക്കുന്ന ചില രോഗങ്ങൾ. ഏതൊക്കെയാ? അങ്ങനെ ഏതെങ്കിലും എക്സാമ്പിൾസ് പറയാൻ പറ്റുമോ? അഞ്ചാം പനി, മീസിൽസ്, അല്ലെങ്കിൽ എന്താണ് മംസ്. പിന്നെ വേറെ ഏതെങ്കിലും രോഗങ്ങൾ വരുന്നുണ്ടോ എസ് വെച്ച് അവസാനിക്കുന്നത്? റിക്കറ്റ്സ് അല്ലെ, വിറ്റാമിൻ ഡിയുടെ കുറവ് കൊണ്ട് വരുന്ന ഇതാണ് അല്ലെ റിക്കറ്റ്സ്. അല്ലെങ്കിൽ എന്താ പറയുക ഷിംഗിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താ പറയാ ഒരു ത്വക്ക് രോഗമാണ് ഷിംഗിൾസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെ എസ് വെച്ച് അവസാനിക്കുന്ന ചില രോഗങ്ങൾ വരുന്നുണ്ട്. എസ് വെച്ച് അവസാനിച്ചു എന്ന് വെച്ചിട്ട് ഇതൊന്നും പ്ലൂറൽ ആവുന്നില്ല. ഇതൊക്കെ എന്ത് തന്നെയാണ്? സിംഗുലർ തന്നെയാണെന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി ചില സബ്ജക്ട്സ് വരുന്നുണ്ട് അല്ലെ, എസ് വെച്ച് അവസാനിക്കുന്നത്. ഫിസിക്സ് വരുന്നുണ്ട്, എക്കോണമിക്സ് വരുന്നുണ്ട്, അല്ലെങ്കിൽ എന്താ സിവിക്സ് വരുന്നുണ്ട്, അല്ലെങ്കിൽ മാത്തമെറ്റിക്സ് വരുന്നുണ്ട്. ഇതൊക്കെ എസ് വെച്ച് അവസാനിക്കുന്ന ചില സബ്ജക്ട്സ് ആണ്. എസ് വെച്ച് അവസാനിക്കുന്നു എങ്കിൽ പോലും ഇതൊന്നും പ്ലൂറൽ ആവുന്നില്ല. ഇതൊക്കെ എന്ത് തന്നെയാണ്? സിംഗുലർ ആണെന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അല്ലെങ്കിൽ ചില രാജ്യങ്ങൾ വരുന്നുണ്ട് അല്ലെ. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എന്ന് പറയുന്നു. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താണ് കുറെ രാജ്യങ്ങളുടെ കൂട്ടമാണെങ്കിൽ പോലും അതിനെ നമ്മൾ എന്തായിട്ട് വേണം കണക്കാക്കാനായിട്ട്? നമ്മൾ അതിനെ സിംഗുലർ ആയിട്ട് വേണം കണക്കാക്കാനായിട്ട്. അല്ലെങ്കിൽ വെയിൽസ് എന്ന് പറഞ്ഞ രാജ്യം വരുന്നുണ്ട്. ഇതിനൊക്കെ നമ്മൾ സിംഗുലർ ആയിട്ട് വേണം കണക്കാക്കാനായിട്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് ന്യൂസ് എന്ന് പറയുന്നത് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ എന്നുള്ള തർക്കം എപ്പോഴും ഉണ്ടാവാറുണ്ട്. ന്യൂസിന്റെ ഷോർട്ട് ഫോം നമുക്ക് അറിയാലോ, നോർത്ത്, ഈസ്റ്റ്, വെസ്റ്റ്, സൗത്ത് ആണ് ന്യൂസ് എന്ന് പറയുന്നത്. അപ്പൊ ന്യൂസ് എന്ന് പറയുന്നത് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എസ് വെച്ച് അവസാനിക്കുന്നുണ്ടെങ്കിൽ പോലും ഇത് എന്ത് തന്നെയാണ്? ഇതും സിംഗുലർ തന്നെയാണ് എന്ന് മനസ്സിലാക്കി വെക്കുക. ഈ കാണുന്ന വാക്കുകളൊക്കെ എസ് വെച്ച് അവസാനിക്കുന്ന ഈ കാണുന്ന വാക്കുകളൊക്കെ എന്ത് തന്നെയാണ്? സിംഗുലർ ആണ് എന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പൊ അതുകൊണ്ട് ഇതിൽ വരേണ്ട വെർബ് എന്തായിരിക്കും? സിംഗുലർ ഫോമിലെ വെർബാണ് വരിക എന്നുള്ളതാണ് അല്ലെ. മാത്തമെറ്റിക്സ് ഡാഷ് മൈ ഫേവറിറ്റ് സബ്ജക്ട് എന്തായിരിക്കും വരിക? മാത്തമെറ്റിക്സ് ഡാഷ് മൈ ഫേവറിറ്റ് സബ്ജക്ട് അല്ലെ. മാത്തമെറ്റിക്സ് ആണ്, ഒരു സബ്ജക്റ്റ് ആണ്. അതുകൊണ്ട് ഈസ് എന്ന് വേണം ഞാൻ പറയാനായിട്ട്. മനസ്സിലായേ? ഇല്ലെങ്കിൽ ഞാൻ പറയാണ് പോളിറ്റിക്സ് ഡാഷ് എ ഗുഡ് പ്രൊഫഷൻ അല്ലെ. ഇന്നത്തെ കാലത്ത് പൊളിറ്റിക്സ് നല്ലൊരു പ്രൊഫഷൻ തന്നെയാണ്. പല മന്ത്രിമാരുടെയോ MLA-മാരുടെയോ അല്ലെങ്കിൽ ഈ രാഷ്ട്രീയക്കാരുടെ ഒക്കെ നമ്മൾ ഇത് നോക്കിയാൽ മതി. നമ്മൾ സാധാരണ പണ്ട് പറയും രാഷ്ട്രീയക്കാരാണെങ്കിൽ പെണ്ണ് കിട്ടില്ല എന്ന് പറയും. പക്ഷെ ഈ പല രാഷ്ട്രീയക്കാരുടെയും ഭാര്യമാരെ നോക്കി കഴിഞ്ഞാൽ എന്താണ്? നല്ല നല്ല കുടുംബങ്ങളിൽ നിന്നുള്ള ആൾക്കാർ അല്ലെങ്കിൽ നല്ല പ്രൊഫഷണലി ഉയർന്ന നിലയിലുള്ള ആൾക്കാരൊക്കെയാണ് ഭാര്യമാരെന്ന് പറയുന്നത് അല്ലെ. കാരണം എന്താ? പൊളിറ്റിക്സ് എന്ന് പറയുന്നത് ഇന്ന് ഒരു നല്ല ജോലി തന്നെയാണ് അല്ലെ. പൈസയൊക്കെ സമ്പാദിക്കാൻ പറ്റുന്ന ജോലിയാണ്. അപ്പൊ പൊളിറ്റിക്സ് ഡാഷ് എ ഗുഡ് പ്രൊഫഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസാണോ ആറാണോ വരേണ്ടത്? തീർച്ചയായിട്ടും അവിടെ ഈസാണ് വരേണ്ടത് എന്നുള്ളതാണ്. ഇനി ഇതിലൊരു വേറൊരു എക്സെപ്ഷൻ ഞാൻ പറഞ്ഞുതരാം. ചില കേസിലെങ്കിലും ഈ സബ്ജക്റ്റുകളെ നമ്മൾ പ്ലൂറൽ ആയിട്ട് കണക്കാക്കാറുണ്ട്. ചില സമയത്തെങ്കിലും ഈ സബ്ജക്റ്റുകളെ നമ്മൾ പ്ലൂറൽ ആയിട്ട് കണക്കാക്കാറുണ്ട്. അത് എപ്പോഴാണെന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. പിന്നെ ഞാൻ എക്സാമ്പിൾ പറയാണ്. മൈ മാത്തമെറ്റിക്സ്
ഡാഷ് നോട്ട് ഗുഡ്. മൈ മാത്തമെറ്റിക്സ് ഡാഷ് നോട്ട് ഗുഡ്. ഈ വാചകത്തിന്റെ അർത്ഥം എന്താന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് കണക്ക് അറിയില്ല എന്നല്ല അതിന്റെ അർത്ഥം. ഈ മാത്തമെറ്റിക്സിന്റെ അർത്ഥം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കണക്ക് കൂട്ടലുകൾ എന്നാണ് അതിന്റെ അർത്ഥം വരണേ. ഓക്കെ, അപ്പൊ എന്താ അതിന്റെ അർത്ഥം വരണേ? എന്റെ കണക്ക് കൂട്ടലുകൾ തീരെ ശരിയല്ല എന്നാണ് ഈ മാത്തമെറ്റിക്സ് കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്, അല്ലെ? കണക്ക് കൂട്ടൽ എന്ന് പറഞ്ഞാൽ 5ഉം 3ഉം കൂട്ടുക എന്നുള്ളതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ എന്റെ തീരുമാനങ്ങൾ, എന്റെ കണക്ക് കൂട്ടലുകൾ, എന്റെ പ്ലാനുകൾ എന്നൊക്കെ പറയില്ലേ നമ്മള്, അതിന് നമ്മൾ ഇങ്ങനെ ഉപയോഗിക്കാറുണ്ട്, മാത്തമെറ്റിക്സ് എന്ന് പറയാറുണ്ട്. അങ്ങനെയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ, അതാണ് കോണ്ടെക്സ്റ്റ് എങ്കിൽ, അവിടെ നമ്മൾ എന്തായിട്ട് ഇതിനെ യൂസ് ചെയ്യണം? ഇത് നമ്മൾ പ്ലൂറൽ ആയിട്ട് കാണണം. അപ്പൊ മൈ മാത്തമെറ്റിക്സ് ആർ നോട്ട് ഗുഡ് എന്ന് വേണം പറയാനായിട്ട്. ഓക്കെ, അതേപോലെ തന്നെ ഇപ്പൊ ഞാൻ പറയാണ് മൈ എക്കണോമിക്സ് ഡാഷ് വെരി ബാഡ് എന്ന് പറയാണ്. മൈ എക്കണോമിക്സ് ഡാഷ് വെരി ബാഡ്. ഇവിടെ ഈ എക്കണോമിക്സ് എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താണ്? ആലോചിച്ച് മനസ്സിലാക്കുക. ഇത് രണ്ടർത്ഥം ഉണ്ട് അല്ലെ? ഒന്ന് സബ്ജക്ട് എന്നുള്ള അർത്ഥം വരുന്നുണ്ട്, പക്ഷെ ഇവിടെ ഈ വാക്കിന്റെ അർത്ഥം എന്താ പറഞ്ഞേ? മൈ എക്കണോമിക്സ് ഡാഷ് വെരി ബാഡ് എന്ന് പറഞ്ഞ എന്താണ്? സാമ്പത്തിക കാര്യങ്ങൾ എന്നാണ് അർത്ഥം വരുന്നത്. ഇപ്പൊ ഞാൻ ജോലിക്ക് പോകുന്നുണ്ട്, എനിക്ക് ശമ്പളം കിട്ടുന്നുണ്ട്, ശമ്പളം കിട്ടിയ 2 ദിവസത്തിൽ തന്നെ ഞാൻ അത് മുഴുവൻ അടിച്ചും ചെലവാക്കി ഞാൻ തീർക്കുന്നു വിചാരിക്കുക. അവസാനം വൈഫ് എന്തെങ്കിലും ആവശ്യത്തിന് ചോദിച്ചു കഴിഞ്ഞാൽ എന്റെ കയ്യിൽ പൈസ ഉണ്ടാവില്ല, അല്ലെ? അപ്പൊ ഞാൻ തന്നെ പറയാണ്, പശ്ചാത്തപിക്കുകയാണ്, മൈ എക്കണോമിക്സ് ഡാഷ് വെരി ബാഡ് എന്ന് പറഞ്ഞാൽ എന്താ? എന്റെ സാമ്പത്തിക കാര്യങ്ങൾ ഭയങ്കര മോശമാണ്, ചിട്ടയില്ലാത്തൊരു ജീവിതമാണെന്ന് പറയണം, അല്ലെ? അങ്ങനെയൊക്കെയാണ് വരുന്നതെങ്കിൽ എന്ത് പറയാൻ പറ്റും നമുക്ക്? അതിനെ നമ്മൾ പ്ലൂറലായിട്ട് കണക്കാക്കണം, ആർ എന്ന് വേണം നമ്മൾ ഉപയോഗിക്കാനായിട്ട്. കേട്ടോ, വ്യത്യാസം മനസ്സിലായല്ലോ? സബ്ജക്റ്റ് ആയിട്ട് എടുക്കുന്നെങ്കിൽ എക്കണോമിക്സ് മാത്സും എന്ന് പറയുന്നത് എന്താണ്? ഈസ് ആണ്. ഇനി അല്ല എന്റെ കണക്ക് കൂട്ടലുകൾ, അല്ല എങ്കിൽ എന്റെ ഈ പറഞ്ഞ പോലെ എന്റെ സാമ്പത്തിക കാര്യങ്ങൾ, അല്ലെങ്കിൽ പൊളിറ്റിക്സ് തന്നെ 2 രീതിയിൽ എടുക്കാം, അല്ലെ? പൊളിറ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ആശയപരമായിട്ടുള്ള തത്വശാസ്ത്രം എന്നുള്ള അർത്ഥത്തിലൊക്കെ നമുക്ക് പൊളിറ്റിക്സ് പറയാൻ പറ്റും. അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ പൊളിറ്റിക്സിന് ഞാൻ എന്തായിട്ട് തന്നെ പറയണത്? ഞാൻ പ്ലൂറലായിട്ട് തന്നെ നമ്മൾ കണക്കാക്കണം എന്നാണ്, അല്ലെ? അപ്പൊ ഇംഗ്ലീഷ് ഭയങ്കര ട്രിക്കി ആയിട്ടുള്ള സബ്ജക്റ്റ് ആണ്. കോണ്ടെക്സ്റ്റ് അനുസരിച്ച് ചെറിയ മാറ്റങ്ങൾ വരുന്ന മനസ്സിലാക്കി വെക്കുക. ക്ലിയർ ആണ്? ഇത്രയും ഭാഗങ്ങൾ ക്ലിയർ ആയോ? ഓക്കെ, അപ്പൊ നമ്മൾ 13 റൂൾസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. നമുക്ക് പതുക്കെ നമ്മുടെ അടുത്ത റൂളിലേക്ക് നമുക്ക് പോവാം. എക്സ് വെച്ച് വരുന്നതായിട്ടുള്ള വേറെയും ചില വാക്കുകൾ വരുന്നുണ്ട്, ശ്രദ്ധിച്ചു കേൾക്കുക കേട്ടോ. നമ്മൾ ഈ കസ്റ്റംസ് എന്ന് കേട്ടില്ലേ, അല്ലെ? കസ്റ്റംസിൽ ജോലി കിട്ടാൻ നിങ്ങളിൽ പല ആൾക്കാരും ആഗ്രഹിക്കുന്നുണ്ട്, അല്ലെ? കസ്റ്റംസ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഇപ്പൊ സ്വഭാവത്തെ എന്താണ് പറയാ? നമ്മള് മാനേഴ്സ് എന്നാണ് പറയാ നമ്മൾ, അല്ലെ? നിന്റെ മാനേഴ്സ് ശരിയല്ലടാ എന്ന് നമ്മൾ പറയും, അല്ലെ? അല്ലെങ്കിൽ നമ്മൾ എന്ത് പറയും? നമ്മള് നിന്റെ മോറൽസ് ശരിയല്ല എന്നാണ് പറയാം. നമ്മൾ മോറൽ എന്ന് പറയാൻ പാടില്ല. മോറൽ സയൻസ് ആണെങ്കിലും നിന്റെ മോറൽസ്, അതായത് ഇപ്പൊ നീ കള്ളൊക്കെ കുടിച്ച് സിഗരറ്റ് ഒക്കെ വലിച്ച് ഇങ്ങനെ അലഞ്ഞിരി നടക്കുന്ന ഒരാളാണ് ഞാൻ പറയില്ലേ, നിന്റെ മോറൽസ് ശരിയല്ലടാ എന്ന് പറയും. അല്ലെങ്കിൽ നീ താമസിക്കുന്ന സ്ഥലം ശരിയല്ലെങ്കിൽ ഞാൻ എന്താ പറയാ? പ്രെമിസസ് എന്നുള്ള വാക്കാണ് ഉപയോഗിക്കുന്നത്. പ്രെമിസ് എന്നല്ല പറയാ, പ്രെമിസസ് എന്നുള്ള വാക്ക് വേണം ഞാൻ ഉപയോഗിക്കാനായിട്ട് കേട്ടോ. അല്ലെങ്കിൽ ഞാൻ എന്താ പറയാ? വേജസ് എന്ന് പറയും, അല്ലെ? വേജ് എന്ന് പറയാൻ പാടില്ല. ദിവസവേതനത്തെ നമ്മൾ എന്താണ് പറയേണ്ടത്? നമ്മള് വേജസ് എന്ന് വേണം പറയാനായിട്ട്. അപ്പൊ ഈ പറഞ്ഞ വാക്കുകളൊക്കെയാണ് വരുന്നതെന്ന് വിചാരിക്കുക. അപ്പൊ ഇതൊക്കെ എന്താണ്? എസ് വെച്ച് അവസാനിക്കുന്ന വാക്കുകളാണ്, അല്ലെ? ഈ വാക്കുകളൊക്കെയാണ് വരുന്നതെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം ഇതൊക്കെ എന്ത് തന്നെയാണ്? ഇതൊക്കെ പ്ലൂറൽ ആണെന്ന് മനസ്സിലാക്കുക. നേരത്തെ നിന്ന് ചെറിയ വ്യത്യാസം അവിടെ വന്നു. നേരത്തെ എച്ച് വെച്ച് അവസാനിക്കുന്ന ഞാൻ കുറച്ച് വാക്കുകൾ പറഞ്ഞില്ലേ, ഈ സബ്ജക്ട്സും കാര്യങ്ങളൊക്കെ പറഞ്ഞില്ലേ, അതൊക്കെ സിംഗുലർ ആണ്. ഇവിടെ എന്താണ്? ഇതൊക്കെ എന്ത് തന്നെയാണ്? ഇതൊക്കെ എസ് വെച്ച് അവസാനിക്കുന്നതിന് പ്ലൂറൽ ആയിട്ട് വേണം നമ്മൾ കണക്കാക്കാനായിട്ട്. ഓക്കെ, പിന്നെ ഞാൻ പറയാണ് മൈ വേജസ്. ഇപ്പൊ ഞാനൊരു ഒരു 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 സ്ഥാപനത്തിൽ ഞാൻ ഒരു ദിവസം എന്താ പറയാ വേതനത്തിന് വേണ്ടി ഞാൻ ജോലിക്ക് പോവാന്ന് വിചാരിക്കുക, അല്ലെ? ഞാൻ പറയാണ് മൈ വേജസ് ഡാഷ് വെരി ലോ എന്ന് പറഞ്ഞു എന്ന് വിചാരിക്കുക. വെരി ലോ. മൈ വേജസ് ഈസ് വെരി ലോ എന്ന് പറയാൻ പാടില്ല. എന്ത് വേണം പറയാനായിട്ട്? നമ്മള് മൈ വേജസ് ആർ വെരി ലോ എന്ന് വേണം പറയാനായിട്ട്. ഓക്കെ, ഞാൻ പറയാണ് യുവർ മോറൽസ് ഡാഷ് നോട്ട് ഗുഡ്, അല്ലെ? നിന്നെ വളർത്തിയ രീതി, നിന്റെ ചെയ്തികളൊന്നും പ്രവൃത്തികളൊന്നും അത്ര ശരിയല്ല എന്നാണ് എന്താ പറയേണ്ടത്? യുവർ മോറൽസ് ആർ നോട്ട് ഗുഡ് എന്ന് വേണം ഞാൻ അവിടെ പറയാനായിട്ട് കേട്ടോ. അപ്പൊ മൈ വേജസ് ഈസ് വെരി ലോ എന്ന് പറയാൻ പാടില്ല, മൈ വേജസ് ആർ വെരി ലോ എന്ന് വേണം പറയാനായിട്ട്. അതേപോലെ യുവർ മോറൽസ് ആർ നോട്ട് ഗുഡ് എന്ന് വേണം പറയാനായിട്ട്. ഇനി ഒരു കേസിൽ ഈ വേജസ് എന്ന് പറയുന്നത് സിംഗുലർ ആയിട്ട് നമ്മൾ എടുക്കുമെന്നുള്ളതാണ് കേട്ടോ. വേജസിൽ ഒരു ചെറിയൊരു കൺഫ്യൂഷൻ വരുന്നുണ്ട്. വേജസ് എന്ന് പറയുന്ന വാക്ക് നമുക്ക് ഒരു കാര്യത്തിൽ മാത്രം നമ്മൾ ഇതിനെ സിംഗുലർ ആയിട്ട് എടുക്കുമെന്നുള്ളതാണ്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വാചകം ഞാൻ പറഞ്ഞുതരാം. ദ വേജസ് ഓഫ് സിൻ,
ദ വേജസ് ഓഫ് സിൻ ഡാഷ് ഡെത്ത്. നിങ്ങൾ ബൈബിളൊക്കെ വായിച്ച ആൾക്കാരാണെങ്കിൽ, ക്രിസ്ത്യൻ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റും അല്ലെ. നിങ്ങളുടെ ബൈബിൾ വചനമായിട്ട് വരുന്ന ഒരു വാചകമാണ് ദ വേജസ് ഓഫ് സിൻ ഡാഷ് ഡെത്ത് അല്ലെ. പാപത്തിന്റെ കൂലി മരണമാകുന്നു എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലെ. ഒരു ബൈബിൾ സ്റ്റേറ്റ്മെന്റ് ആണ്. അങ്ങനെയാണ് വരുന്നതെങ്കിൽ അവിടെ ഈ വേജസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തെടുക്കണം? നമ്മള് ഈ വേജസിനെ നമ്മൾ സിംഗുലർ ആയിട്ട് വേണം നമ്മൾ എടുക്കാനായിട്ട് കേട്ടോ. ദ വേജസ് ഓഫ് സിൻ ഈസ് ഡെത്ത് എന്ന് വേണം നമ്മൾ പറയാനായിട്ട്. ആർ ഡെത്ത് എന്ന് പറയാൻ പാടില്ല കേട്ടോ. നോർമലി വേജസ് പ്ലൂരലാണ്, ഇവിടെ നമ്മൾ വേജസ് നമ്മൾ സിംഗുലർ ആയിട്ട് എടുക്കുന്നു. ബാക്കിയുള്ള എല്ലാ വേർഡ്സും, ഞാൻ ഈ തന്നിരിക്കുന്ന ഗ്രൂപ്പിലെ എല്ലാ വേർഡ്സും പ്ലൂറൽ ആയിട്ട് തന്നെ നമ്മൾ എടുക്കണമെന്ന് മനസ്സിലാക്കി വെക്കാം. ക്ലിയർ ആണ്? ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മുടെ അടുത്ത റൂളിലേക്കൊക്കെ പോവാം. നോക്കിക്കോളൂ. കാണുന്നില്ല വോയിസും ഇതിലൊക്കെ എന്തെങ്കിലും ബ്രേക്ക് വരുന്നുണ്ടോ? മക്കളെ ക്ലിയർ അല്ലേ എന്ന് പറഞ്ഞ്? ക്ലിയർ ആണ് അല്ലേ? ഓക്കെ ഓക്കെ ഫൈൻ. എങ്കിലും സ്ക്രീൻ മാറുന്നില്ല. സ്ക്രീനിൽ എന്താ കാണിക്കണേ നിങ്ങൾക്ക്? ബ്ലാങ്ക് സ്ക്രീൻ ആണോ കാണിക്കണേ? അതോ ഞാൻ ലാസ്റ്റ് എഴുതിയ സ്ലൈഡ് ആണോ കാണിക്കണേ? ലാസ്റ്റ് സ്ലൈഡ് ആണ് കാണിക്കുന്നത് അല്ലെ? ശരി, അപ്പൊ ഒരു മിനിറ്റ് കേട്ടോ, ഞാൻ ഈ സ്ലൈഡ് ഒന്നും കൂടെ എടുക്കാം. ഓക്കെ, ഇപ്പൊ ഓക്കെ എന്നൊന്ന് പറയൂ. ബ്ലാങ്ക് സ്ക്രീൻ ആണോ ഇപ്പൊ കാണണേ? ഓക്കെ, അപ്പൊ കറക്റ്റ് കേട്ടോ. ശരി, അപ്പൊ നമുക്ക് മുന്നോട്ട് പോവാം. നമ്മൾ എത്ര റൂൾസ് പഠിച്ചപ്പോ? റൂൾ നമ്പർ ഏതാ നമ്മൾ ലാസ്റ്റ് ഡിസ്കസ് ചെയ്ത്? 14 അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് നേരെ നമ്മുടെ അടുത്ത റൂളിലേക്ക് പോവാം. ശ്രദ്ധിച്ചോ കേട്ടോ. റൂൾ നമ്പർ 15. റൂൾ നമ്പർ 15 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മൾ പറയുന്നത് നമ്മുടെ കളക്റ്റീവ് നൗൺസിനെ കുറിച്ചാണ് പറയുന്നത്. എന്താണ് കളക്റ്റീവ് നൗൺസ്? നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കും അല്ലെ? എന്താണ്? ഒരു കൂട്ടം മൃഗങ്ങളെയോ ഒരു കൂട്ടം മനുഷ്യരെയൊക്കെ നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ എല്ലാവരും ഗ്രൂപ്പായിട്ട് നമ്മൾ എന്ത് പറയും? നമ്മൾ കളക്റ്റീവ് നൗൺസ് ആയിട്ടാണ് നമ്മൾ പറയാം. നമ്മൾ അല്ലെ ഹേർഡ് എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും അല്ലെ? ഹേർഡ് ഓഫ് ഷീപ്പ് എന്നൊക്കെ നമ്മൾ പറയും നമ്മൾ അല്ലെ?
അപ്പൊ നമ്മൾ എന്താണ് ഒരു ഗ്രൂപ്പ് ആൾക്കാർ ഇല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ പറയണത് നമ്മള് ജൂറി മെമ്പേഴ്സ് എന്ന് പറയും അല്ലെ. ജൂറി എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു കൂട്ടം ആൾക്കാരെയാണ് നമ്മൾ ജൂറി എന്ന് നമ്മൾ പറയണത് അല്ലെ. അല്ലെങ്കിൽ നമ്മൾ ഈ കമ്മിറ്റീസ് എന്ന് പറയുന്നു, അല്ലെങ്കിൽ എന്താ പറയാ കമ്മീഷൻ എന്ന് പറയുന്നു നമ്മള്, അല്ലെങ്കിൽ ഓഡിയൻസ് എന്ന് പറയുന്നു, ക്രൂ എന്ന് പറയുന്നു, അസംബ്ലി എന്ന് പറയുന്നു. ഇങ്ങനെയുള്ള വാക്കുകളാണ് നമ്മൾ എന്ത് പറയുന്നത്, നമ്മള് കളക്റ്റീവ് നൗൺസ് എന്ന് നമ്മൾ പറയുന്നത് അല്ലെ. അപ്പൊ ഓരോ സ്ഥലത്തെയും ഓരോ പ്രധാനപ്പെട്ട ആൾക്കാരുടെ ഗ്രൂപ്പിന് നമ്മൾ ഓരോ പേരിലാണ് നമ്മൾ അറിയപ്പെടുന്നത് അല്ലെ. നമ്മൾ സ്കൂളിലാണെങ്കിൽ നമ്മൾ അസംബ്ലി എന്ന് പറയുന്നു. പിന്നെ നമ്മുടെ ഇപ്പൊ ഒരു അവാർഡ് ദാന ചടങ്ങാണ്, അല്ലെങ്കിൽ അതിലത്തെ ഒരു വിധി കർത്താക്കളൊക്കെ നമ്മൾ എന്ത് പറയുന്നത്, നമ്മള് ജൂറി മെമ്പേഴ്സ് എന്ന് നമ്മൾ പറയുന്നു നമ്മള് അല്ലെ. സ്റ്റാഫ് എന്ന് പറയുന്നത്, ഇപ്പൊ നമ്മളൊരു ഓഫീസിൽ വർക്ക് ചെയ്യണമെങ്കിൽ അവിടുത്തെ ആൾക്കാരെ നമ്മൾ സ്റ്റാഫ് എന്ന് പറയുന്നു. അപ്പൊ ഇതൊക്കെ എന്താണ്, ഇതൊക്കെ കളക്റ്റീവ് നൗൺസ് ആണ് കേട്ടോ. അപ്പൊ ജസ്റ്റ് വേണമെങ്കിൽ എഴുതി വെച്ചോളൂ എന്തൊക്കെയാണ് വരുന്നത്. സ്റ്റാഫ് വരുന്നുണ്ട്, അല്ലെങ്കിൽ കമ്മീഷൻ വരുന്നുണ്ട്, കമ്മിറ്റി വരുന്നുണ്ട്, പിന്നെന്താ പറയുന്നത് ടീം വരുന്നുണ്ട് അല്ലെ, ടീം മെമ്പേഴ്സ് എന്നൊക്കെ പറയാം. അല്ലെങ്കിൽ എന്താണ് ഫാമിലി മെമ്പേഴ്സ്, ഫാമിലിന് നമുക്ക് ഇതായിട്ട് പറയാൻ പറ്റും. ഗ്രൂപ്പ്, ഗ്യാങ്, ഓക്കെ. അല്ലെങ്കിൽ എന്താ ഗവൺമെന്റ് എന്ന് പറഞ്ഞാലും ഒരു കളക്റ്റീവ് നൗൺ തന്നെയാണ് അല്ലെ. ഗവൺമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളെ അല്ലല്ലോ നമ്മൾ പറയണേ, ഒന്നിലധികം ആൾക്കാരെയാണ് നമ്മൾ പറയണേ എന്നുള്ളതാണ് അല്ലെ. പിന്നെ ഞാൻ പറഞ്ഞ സ്റ്റാഫ് പറഞ്ഞു ഞാൻ, അതേപോലെ ജൂറി ഞാൻ പറഞ്ഞു. പിന്നെ എന്താണ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയാം, അല്ലെങ്കിൽ ഓർഗനൈസേഷൻ എന്ന് പറയാം എനിക്ക്, ഓർഗനൈസേഷൻ. അല്ലെങ്കിൽ എന്താ ടീം എന്ന് പറയാം, ടീം. അല്ലെങ്കിൽ യൂണിയൻ എന്ന് പറയാം. ഇതിനൊക്കെയാണ് നമ്മൾ എന്ത് പറയുന്നത്, നമ്മൾ കളക്റ്റീവ് നൗൺസ് എന്ന് പറയുന്നത് കേട്ടോ. കളക്റ്റീവ് നൗൺസ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ വെർബ് എന്ന് പറയുന്നത് സിംഗുലറുമാകാം പ്ലൂരലുമാകാം എന്ന് മനസ്സിലാക്കി വെക്കാം. കളക്റ്റീവ് നൗൺസ് വന്നു കഴിഞ്ഞാൽ എന്ത് വരാം, ബോത്ത് സിംഗുലർ ആൻഡ് പ്ലൂരൽ. അതെങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ബോത്ത് സിംഗുലർ ആൻഡ് പ്ലൂരൽ. ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ ചേർന്ന് ഒരേ കാര്യമാണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഒറ്റക്കെട്ടായിട്ട് എടുക്കണം. നമ്മൾ ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പൊ നമുക്ക് നമ്മുടെ ദേശീയ സിനിമകളുടെ നാഷണൽ ഫിലിംസിന്റെ ഒരു അവാർഡ് ദാനാണെന്ന് വിചാരിക്കുക. അത് പ്രഖ്യാപനം നടത്താൻ പോകുന്നത് ഒരു ജൂറി ഉണ്ടെന്ന് വിചാരിക്കുക. ഒരു 5 പേരുടെ ഒരു ജൂറി ആണെന്ന് വിചാരിക്കുക. അപ്പൊ അവരിങ്ങനെ ആലോചിച്ചിട്ട് എല്ലാ സിനിമകളും കണ്ടതിന് ശേഷം അവർ പറയണം, ഓക്കെ നമുക്ക് ഈ വർഷത്തെ മികച്ച നടനായിട്ട് നമുക്ക് മോഹൻലാലിനെ തെരഞ്ഞെടുക്കാമെന്ന് എല്ലാവരും ഐക്യകണ്ഠേന തീരുമാനിച്ചു എന്ന് വിചാരിക്കുക. അപ്പൊ 5 പേരുള്ള ജൂറിയാണെ 5 പേരും ചേർന്ന് ഒരു തീരുമാനമാണ് എടുക്കുന്നതെങ്കിൽ നമ്മൾ ആ പറയുന്ന കളക്റ്റീവ് നൗണിനെ നമ്മൾ എന്തായിട്ട് എടുക്കണം, നമ്മൾ സിംഗുലർ ഫോമിൽ വേണം നമ്മൾ എടുക്കാനായിട്ട്. ഇനി അഥവാ ആ 5 പേര് ചേർന്ന് സ്പ്ലിറ്റ് ആയിട്ടുള്ള ഡിസിഷൻസ് ആണ് എടുക്കുന്നതെങ്കിൽ ആ കളക്റ്റീവ് നൗണിനെ നമ്മൾ പ്ലൂറൽ ആയിട്ട് കണക്കാക്കണം. ഫോർ എക്സാമ്പിൾ പറയണ ഇപ്പൊ 2 പേര് പറയാണ് മോഹൻലാലിനെ എടുക്കാം, 2 പേര് പറയാണ് ഇല്ല ഷാരൂഖ് ഖാനാണ് നന്നായി അഭിനയിച്ചത്, വേറെ ആള് പറയാണ് ചിരഞ്ജീവിയാണ് അഭിനയിച്ചത്. 5 പേരെന്തായി, 5 പേരും സ്പ്ലിറ്റ് ആയി എന്നുള്ളതാണ്. അങ്ങനെ നിങ്ങളുടെ തീരുമാനത്തിൽ സ്പ്ലിറ്റ് ആവുകയാണെങ്കിൽ നിങ്ങളെ ആ കളക്റ്റീവ് നൗണിനെ നമ്മൾ എന്തായിട്ട് എടുക്കണം, നമ്മൾ പ്ലൂറൽ ആയിട്ട് വേണം നമ്മൾ എടുക്കാനായിട്ട്. ഓക്കെ. അപ്പൊ ഞാനൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. നല്ലൊരു എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഞാനൊരു കോൺസേർട്ട്, ഒരു ഗാനമേള ഞാൻ കണ്ടുകൊണ്ടിരിക്കാന്ന് വിചാരിക്കാം. ഓക്കെ. ഒരു AR റഹ്മാന്റെ ഒരു കോൺസേർട്ട് കണ്ടുകൊണ്ടിരിക്കാന്ന് വിചാരിക്കുക അല്ലെ. അപ്പൊ കുറെ ഓഡിയൻസ് ഉണ്ടായിരിക്കും. അവരെല്ലാവരും കൂടെ ഒത്തുചേർന്ന് ആ പാട്ട് മുഴുവൻ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഓഡിയൻസിനെ ഞാൻ സിംഗുലർ ആയിട്ടാണോ കാണേണ്ടത്, പ്ലൂറൽ ആയിട്ടാണോ കാണേണ്ടത്? എല്ലാവരും ഒറ്റ ലക്ഷ്യത്തോടു കൂടി ആ പാട്ടിലേക്ക് അവർ മുഴുകി ശ്രദ്ധിച്ചിരിക്കാന്ന് വിചാരിക്കുക. ഓക്കെ. ഒറ്റ ടീമായിട്ട്. അങ്ങനെയാണെങ്കിൽ ഞാൻ അവരെന്തായിട്ട് എടുക്കണം, അവരെ ഞാൻ സിംഗുലർ ആയിട്ട് വേണം എടുക്കാനായിട്ട് അല്ലെ. അപ്പൊ എന്ത് പറയും ഞാൻ, ദ ഓഡിയൻസ് ഡാഷ് ലിസണിങ് ടു റഹ്മാൻസ് സോങ്. ഒരു ഓഡിറ്റോറിയം, ആ ഓഡിറ്റോറിയത്തിലത്തെ ആൾക്കാർ മുഴുവൻ ചേർന്നുകൊണ്ട് ഒറ്റക്കെട്ടായിട്ട് അയാളുടെ പാട്ട് കേൾക്കുകയാണെങ്കിൽ എന്ത് ഞാൻ പറയും, ഞാൻ സിംഗുലർ ഫോമുള്ള വെർബ് വേണം യൂസ് ചെയ്യാനായിട്ട്. എന്ത് പറയും, ഈസ് എന്ന് വേണം പറയാനായിട്ട്. ദ ഓഡിയൻസ് ഈസ് ലിസണിങ് ടു റഹ്മാൻ സോങ് എന്ന് വേണം പറയാനായിട്ട്. ഇനി ഇതേ ഓഡിയൻസ് തന്നെ പ്ലൂറലായി മാറും എന്നുള്ളതാണ്. എപ്പോഴാണ് പ്ലൂറലായി മാറുന്നത്? ഫോർ എക്സാമ്പിൾ ഞാൻ പറയാണ്, ഓഡിറ്റോറിയത്തിൽ നിന്ന് റഹ്മാന്റെ പാട്ട് അവർ കേട്ടുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നൊരു അനൗൺസ്മെന്റ് വരികയാണ്, എന്ത്, ഈ ഓഡിറ്റോറിയത്തിനുള്ളിൽ ബോംബ് വെച്ചിട്ടുണ്ടെന്ന് പറയാണ് അല്ലെ. ബോംബ് വെച്ചിട്ടുണ്ടെന്ന് പറയുന്നത് എല്ലാവരും ആ ബോംബ് വെച്ചോട്ടെ പൊട്ടിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് മിണ്ടാണ്ടിരുന്നവര് ആ കോൺസേർട്ട് എന്തായാലും കേൾക്കില്ല അല്ലെ. അവരെന്ത് ചെയ്യും, അവര് വേഗം തന്നെ ആ ഓഡിറ്റോറിയത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങും എന്നുള്ളതാണ് അല്ലെ. അപ്പൊ ലെഫ്റ്റ് സൈഡിൽ ഒരു 3 ഡോറുകൾ ഉണ്ട്, റൈറ്റ് സൈഡിൽ 3 ഡോറുകൾ ഓഡിറ്റോറിയത്തിലുണ്ട് വിചാരിക്കുക. ഇവരെല്ലാവരും എന്തായിരിക്കും
പല പല ഡോറുകളിലൂടെ അവർ ഇറങ്ങി ഓടും എന്നുള്ളതാണ് അല്ലെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ അവരെന്തായി സ്പ്ലിറ്റ് ആയി എന്നുള്ളതാണ് അല്ലെ, ഡിസ്പേഴ്സ് ആയി എന്നുള്ളതാണ് അല്ലെ. അങ്ങനെയാണെങ്കിൽ ആ ഓഡിയൻസിനെ നമ്മൾ എന്തായിട്ട് എടുക്കണം, നമ്മൾ പ്ലൂറൽ ആയിട്ട് വേണം നമ്മൾ എടുക്കാനായിട്ട്. ഓക്കെ, ദ ഓഡിയൻസ് ഡാഷ് ഡിസ്പേഴ്സ്ഡ് ത്രൂ വേരിയസ് ഗേറ്റ്സ്. ഡിസ്പേഴ്സ്ഡ് ത്രൂ വേരിയസ് ഗേറ്റ്സ്. ഹാസ് ആണോ വരിക, ഹാവ് ആണോ വരിക? ദ ഓഡിയൻസ് ഹാസ് ഡിസ്പേഴ്സ്ഡ് ആണോ വരിക, ഹാവ് ഡിസ്പേഴ്സ്ഡ് ആണോ വരിക? തീർച്ചയായിട്ടും അവിടെ ഹാവ് ആണ് വരുന്നത് അല്ലെ. കാരണം എന്താ, അവരവിടെ സ്പ്ലിറ്റ് ആയി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പൊ ഞാൻ ഈ പറഞ്ഞ കൺസെപ്റ്റ് മനസ്സിലായോ? ഒറ്റക്കെട്ടായിട്ട് തീരുമാനമെങ്കിൽ സിംഗുലർ, അല്ല എങ്കിൽ പല പല തീരുമാനങ്ങൾ എടുക്കുകയാണെങ്കിൽ ഒരു കളക്റ്റീവിനോട് നമ്മൾ എപ്പോഴും പ്ലൂറലായിട്ടാണ് നമ്മൾ കണക്കാക്കണം എന്നതാണ്. ഇതിന് നല്ലൊരു എക്സാമ്പിൾ വേറെ ഒന്ന് പറയുന്നത് എന്താ വെച്ചാൽ, ഒരു ഫാമിലി എന്ന് വിചാരിക്കുക. ആ ഫാമിലി നമ്മുടെ താജ്മഹൽ കാണാൻ വേണ്ടിയിട്ട് ഇപ്പൊ ആഗ്രയിലേക്ക് പോയി എന്ന് വിചാരിക്കുക. എല്ലാവരും കൂടെ ഫാമിലിയിൽ അച്ഛനുണ്ട്, അമ്മയുണ്ട്, 2 മക്കളുണ്ടെന്ന് വിചാരിക്കുക. ഈ 4 പേരും ചേർന്ന് അവിടെ ആഗ്രയിൽ നിന്ന് താജ്മഹൽ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ അവിടെ ആ ഫാമിലിയെ നമ്മൾ സിംഗുലർ ആയിട്ട് എടുക്കണം നമ്മൾ. അല്ല, അവിടെ ചെന്നതിന് ശേഷം അമ്മ പറയാണ് ഞാൻ താജ്മഹൽ കാണാനായിട്ട് പോവാണ്, അപ്പൊ അച്ഛൻ പറയാണ് ഞാൻ റെഡ് ഫോർട്ട് കാണാനായിട്ട് പോവാണ്, അപ്പൊ മോൻ പറയാണ് അവിടെ ഡൽഹിയിൽ അവിടെ ഫിറോസ് ഷാ കോട്ട്ലയിൽ അവിടെ കളി നടക്കുന്നുണ്ട്, ഞാൻ കളി കാണാൻ പോവാണ്. ഇവരെല്ലാരും എന്തായി അങ്ങോട്ടും ഇങ്ങോട്ടും സ്പ്ലിറ്റ് ആയെങ്കിൽ നമ്മൾ എന്ത് പറയും, ദ ഫാമിലി ആർ എന്ന് വേണം പറയാനായിട്ട്. ഒറ്റ കാര്യമാണ് ചെയ്യുന്നതെങ്കിൽ ദ ഫാമിലി ഈസ് വാച്ചിങ്, അല്ലെങ്കിൽ ദ ഫാമിലി ഈസ് അറ്റ് ആഗ്ര എന്നൊക്കെ വേണം പറയാനായിട്ട്. ഞാൻ ഈ പറഞ്ഞ കാര്യം മനസ്സിലായോ? അപ്പൊ കളക്റ്റീവ് നൗൺസ് സിംഗുലറും വരും പ്ലൂരലും വരും എന്നുള്ളത് എപ്പോഴും മനസ്സിലാക്കി വെക്കുക എന്നുള്ളതാണ്. ഇനി ഇതേപോലെ തന്നെ ഇതിനോട് തന്നെ ചേർത്ത് പറയാവുന്ന ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ സാധാരണയായിട്ട് നമ്മളോട് പറയാറുണ്ട് അല്ലെ, മെജോറിറ്റി ഓഫ് എന്നൊക്കെ പറഞ്ഞ് പറയാറുണ്ട് അല്ലെ. മെജോറിറ്റി ഓഫ് അല്ലെങ്കിൽ മൈനോറിറ്റി ഓഫ് എന്നൊക്കെ പറഞ്ഞ് നമ്മളോട് പറയാറുണ്ട്. ഓക്കെ, മെജോറിറ്റി ഓഫ് സ്റ്റുഡൻസ് ആർ വാച്ചിങ് ഫുട്ബോൾ എന്നൊക്കെ നമുക്ക് പറയാം അല്ലെ. മെജോറിറ്റി ഓഫ്, മൈനോറിറ്റി ഓഫ് എന്നൊക്കെ പറഞ്ഞു വരുമ്പോൾ ഈ വാക്കുകളുടെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നമ്മൾ സിംഗുലറുമായിട്ട് ഉപയോഗിക്കും നമ്മൾ, അതേപോലെ നമ്മൾ പ്ലൂറലുമായിട്ട് നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ ഉപയോഗിക്കും എന്നുള്ളതാണ്. അത് എവിടെയാണ് വരണേ എന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം, നോക്കിക്കോളൂ. ഒരു എക്സാമ്പിൾ പറയാണ്, ദി മെജോറിറ്റി ഓഫ്, നേരത്തെ പറഞ്ഞ പോലെ ദ മെജോറിറ്റി ഓഫ് സ്റ്റുഡൻസ് ഡാഷ് വാച്ചിങ് ഫുട്ബോൾ. ദി മെജോറിറ്റി ഓഫ് സ്റ്റുഡൻസ് ഡാഷ് വാച്ചിങ് ഫുട്ബോൾ. ഇവിടെ എന്തായിരിക്കും നിങ്ങൾ പറയാ? ഈ മെജോറിറ്റി എന്ന് പറയുന്നത് ആരെയാണ് കാണിക്കുന്നത്? സ്റ്റുഡൻസിനെയാണ് കാണിക്കുന്നത് എന്നുള്ളത് അല്ലെ. ഈ സ്റ്റുഡൻസ് എന്ന് പറയുന്നത് കൗണ്ടബിൾ നൗൺ ആണോ അൺകൗണ്ടബിൾ നൗൺ ആണോ നമ്മൾ നോക്കണം. കൗണ്ടബിൾ നൗൺ എന്ന് പറഞ്ഞാൽ എണ്ണാൻ പറ്റുന്നത്, അൺകൗണ്ടബിൾ നൗൺ എന്ന് പറയുന്നത് എണ്ണാൻ പറ്റാത്തത്. സ്റ്റുഡന്റിനെ നമുക്ക് എണ്ണിക്കൂടെ? ഒരു സ്റ്റുഡന്റ് 2, 3, 4, 5, 6 എന്ന് പറഞ്ഞ സ്റ്റുഡൻസിനെ എണ്ണാൻ പറ്റും അല്ലെ. അപ്പൊ കൗണ്ടബിൾ നൗൺസിന്റെ കൂടെയാണ് ഈ മെജോറിറ്റി ഓഫ് അല്ലെങ്കിൽ മൈനോറിറ്റി ഓഫ് വരണമെങ്കിൽ അതിനെ നമ്മൾ എന്തായിട്ട് എടുക്കണം? പ്ലൂറൽ ആയിട്ട് എടുക്കണം നമ്മൾ കേട്ടോ. അപ്പൊ ദ മെജോറിറ്റി ഓഫ് സ്റ്റുഡൻസ് ആർ വാച്ചിങ് ഫുട്ബോൾ എന്ന് വേണം നമ്മൾ പറയാനായിട്ട്. ഇനി എപ്പോഴാണ് സിംഗുലർ ആയിട്ട് വരിക? ഇപ്പൊ ഒരു എക്സാമ്പിൾ ഞാൻ പറയാണ്. ഇപ്പൊ നമുക്ക് ഇവിടെ ഇലക്ഷൻ ഒക്കെ കഴിഞ്ഞു അല്ലെ, കോൺഗ്രസ് മന്ത്രിസഭ അധികാരത്തിൽ വന്നു അല്ലെ. അപ്പൊ ഞാൻ ഒരു എക്സാമ്പിൾ പറയാണ്, ദ റൂളിംഗ് പാർട്ടീസ് കഷ്ടിക്ക ജയിച്ചെന്ന് വിചാരിക്കുക. ഓക്കെ, ചെറിയ മാർജിനിലാണ് കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റിനെ തോൽപ്പിച്ച് അധികാരത്തിൽ കയറിയെന്ന് വിചാരിക്കുക. അപ്പൊ അങ്ങനെയാണെങ്കിൽ ദ റൂളിംഗ് പാർട്ടീസ് മെജോറിറ്റി ഡാഷ് വെരി ലോ എന്ന് ഞാൻ പറഞ്ഞു എന്ന് വിചാരിക്കാം. ഓക്കെ, ഭരിക്കുന്ന പാർട്ടിയുടെ മെജോറിറ്റി എന്ന് പറയുന്നത് വളരെ കുറവാണ് അല്ലെ. 140 സീറ്റ് ഉണ്ട്, ഒരാൾക്ക് 71 സീറ്റ് കിട്ടി, മറ്റേ 69 സീറ്റ് കിട്ടി എന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പൊ മെജോറിറ്റി എന്ന് പറയുന്നത് എന്താണ്? ചെറിയ മാർജിന്റെ ഇതിലാണ് ജയിച്ചേക്കണത് അല്ലെ. രണ്ട് സീറ്റിന്റെ ഇതിലൊക്കെയാണ് ജയിച്ചേക്കണത് എന്നുള്ളത് അല്ലെ. അങ്ങനെയൊക്കെയാണ് നമ്മൾ പറയുന്നതെങ്കിൽ ഇവിടെ നോക്കൂ, റൂളിംഗ് പാർട്ടിയുടെ മെജോറിറ്റി എന്ന് പറയുമ്പോൾ എന്താണ് അവിടെ വരുന്നത്? അതിന് നമുക്ക് എണ്ണത്തിൽ നമുക്ക് എടുക്കാൻ പറ്റില്ല എന്നുള്ളതാണ് അല്ലെ. അപ്പൊ അവിടെ നമ്മൾ എന്ത് പറയണം? അതിനെ നമ്മൾ മെജോറിറ്റി എന്ന് പറയുമ്പോൾ അതിനെ നമ്മൾ സിംഗുലർ ആയിട്ട് നമ്മൾ കരുതേണ്ടതാണ് കേട്ടോ. റൂളിംഗ് പാർട്ടീസ് മെജോറിറ്റി ഈസ് വെരി ലോ. സീറ്റുകൾ എണ്ണത്തിൽ എടുക്കാൻ പറ്റും, 1 സീറ്റ് 2 സീറ്റ് എണ്ണത്തിൽ എടുക്കാൻ പറ്റും. പക്ഷെ ആ മെജോറിറ്റി എന്ന് പറയുന്നതിന് നമുക്ക് അങ്ങനെ എണ്ണത്തിൽ നമുക്ക് കണക്കാക്കാനായിട്ട് പറ്റില്ല. അത് നമ്മൾ അൺകൗണ്ടബിൾ നൗൺ ആയിട്ട് വേണം നമ്മൾ കണക്കാക്കാനായിട്ട് കേട്ടോ. ദി മൈനോറിറ്റി, ഇല്ലെങ്കിൽ ഞാൻ പറയണം ദി മൈനോറിറ്റി സ്റ്റുഡൻസ് എന്നൊക്കെ പറയാണ്. ദ മൈനോറിറ്റി സ്റ്റുഡൻസ് എന്ന് പറയുന്നത് എന്ത് വരുന്നു? മൈനോറിറ്റിയുടെ പിന്നാലെ സ്റ്റുഡൻസ് വന്നതുകൊണ്ട്, സ്റ്റുഡൻസ് പ്ലൂറൽ ആയതുകൊണ്ട് അല്ലെങ്കിൽ സ്റ്റുഡൻസ് കൗണ്ടബിൾ ആയതുകൊണ്ട് ഞാൻ ആർ എന്ന് പറയുന്നു. അല്ലാതെ വെറുതെ ഞാൻ ഇങ്ങനെ മൈനോറിറ്റിയിലും മെജോറിറ്റി എന്നൊക്കെ പറയുകയാണെങ്കിൽ അവിടെ ഞാൻ സിംഗുലർ ആയിട്ട് വേണം ഞാൻ ഇതിനെ കണക്കാക്കാനായിട്ടെന്ന് മനസ്സിലാക്കി വെക്കാം. ക്ലിയർ ആണേ?
അങ്ങനെയാണെങ്കിൽ നമുക്ക് മുന്നോട്ട് നീങ്ങാം. അടുത്ത റൂള് ഇപ്പൊ കഴിഞ്ഞ റൂളിന്റെ തന്നെ ഒരു ഭാഗമായിട്ട് ഇതിനെ വെച്ചാൽ മതി കേട്ടോ. ശ്രദ്ധിക്കേണ്ട കാര്യം, പേഴ്സൺ എന്ന് പറയുന്ന വാക്ക്, പേഴ്സൺ എന്ന് പറയുന്ന വാക്ക് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ എന്ന് എപ്പോഴും ആൾക്കാർക്ക് ഒരു ഡൗട്ട് വരാറുണ്ട്. ഇപ്പൊ പേഴ്സൺ എന്ന് പറഞ്ഞ വാക്കിന്റെയും പ്രത്യേകത അത് തന്നെയാണ്. പേഴ്സന്റെ അല്ല ഇവിടെ കാര്യം തീരുമാനിക്കുന്നത്, പേഴ്സന്റിന് ശേഷം വരുന്ന വാക്കാണ് തീരുമാനിക്കുന്നത്. പേഴ്സന്റിന് ശേഷം വരുന്ന വാക്ക് കൗണ്ടബിൾ നൗൺ ആണെങ്കിൽ, പേഴ്സന്റ് അല്ലെങ്കിൽ പേഴ്സന്റേജ് എന്നൊക്കെ പറയുന്നത് കേട്ടോ, ഇതിന് ശേഷം വരുന്നത് കൗണ്ടബിൾ നൗൺ ആണെങ്കിൽ അവിടെ നമ്മൾ എന്ത് യൂസ് ചെയ്യണം? അവിടെ നമ്മൾ പ്ലൂറൽ വെർബ് വേണം നമ്മൾ യൂസ് ചെയ്യാനായിട്ട്. പ്ലൂറൽ വെർബ് വേണം നമ്മൾ യൂസ് ചെയ്യാനായിട്ട് കേട്ടോ. ഓക്കെ, ഇനി ഞാനൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഇനി അല്ല സിംഗുലർ ആണ് വരുന്നെങ്കിലോ, സിംഗുലർ ആണ് വരുന്നെങ്കിലോ, അൺകൗണ്ടബിൾ ആണ് വരുന്നെങ്കിലോ, അൺകൗണ്ടബിൾ ആണ് വരുന്നെങ്കിൽ നമ്മൾ എന്ത് പറയും? നമ്മൾ അൺകൗണ്ടബിൾ നൗൺ ആണ് ഇതിന്റെ പിന്നാലെ വരുന്നെങ്കിൽ അവിടെ സിംഗുലർ വെർബ് വരണമെന്ന് മനസ്സിലാക്കി വെക്കും. എക്സാമ്പിൾസ് പറഞ്ഞുതരാം. The percentage of students took admission dash very low. ഓക്കെ, അഡ്മിഷൻ എടുത്ത കുട്ടികളുടെ പെർസെൻറ്റേജ് വെരി ലോ എന്നാണ് പറയുന്നത് അല്ലെ. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇത്രയേ ഉള്ളൂ, പെർസെൻറ്റേജിന് ശേഷം വരുന്നതായിട്ടുള്ള നൗണ് കൗണ്ടബിൾ ആണോ അൺകൗണ്ടബിൾ ആണോ എന്ന് നോക്കാം അല്ലെ. ഏതാ പറയണേ? കൗണ്ടബിൾ ആണ് അല്ലെ, സ്റ്റുഡൻസ് ആണ്, കൗണ്ടബിൾ ആണ്. അങ്ങനെയാണെങ്കിൽ എന്തെടുക്കണം? പ്ലൂറൽ വെർബ് എടുക്കണം അല്ലെ. ദ പെർസെൻറ്റേജ് ഓഫ് സ്റ്റുഡൻസ് ടുക്ക് അഡ്മിഷൻ ആർ വെരി ലോ എന്ന് വേണം നമ്മൾ പറയാനായിട്ട്. ഓക്കെ, ഇല്ലെങ്കിൽ ഞാൻ പറയാണ് almost 70% of wind energy, almost 70% of wind energy dash produced ഫ്രം തമിഴ്നാട് എന്ന് വിചാരിക്കുക. ഓക്കെ, ഇന്ത്യയിലുള്ള വിൻഡ് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നതിന്റെ ഒരു 70% പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് തമിഴ്നാടിൽ നിന്നാണെന്ന് ഞാൻ പറയാന്ന് വിചാരിക്കാം. അപ്പൊ ഇവിടെ എന്താണ് വരേണ്ടത്? സിംഗുലർ ഫോമിലുള്ള വെർബാണ് വരേണ്ടത്, പ്ലൂറലാണ് വരേണ്ടത്. 70% ഓഫ് വാട്ട്? 70% ഓഫ് വിൻഡ് എനർജി ആണ് അല്ലെ. വിൻഡ് എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എണ്ണാൻ പറ്റുമോ നമുക്ക്? വിൻഡ് എനർജീനെ എണ്ണാൻ പറ്റുമോ നമുക്ക്? അല്ലെ, എണ്ണാൻ പറ്റാത്ത അൺകൗണ്ടബിൾ ആയിട്ടുള്ള നൗൺ ആണ് അല്ലെ എനർജി എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്തെടുക്കണം? ഞാൻ സിംഗുലർ ഫോമിലെ വെർബ് വേണം ഞാൻ അവിടെ യൂസ് ചെയ്യാനായിട്ട്. ഓൾമോസ്റ്റ് 70% ഓഫ് ദി വിൻഡ് എനർജി ഈസ് പ്രൊഡ്യൂസ്ഡ് ഫ്രം തമിഴ്നാട് എന്ന് വേണം ഞാൻ പറയാനായിട്ട്. ക്ലിയർ ആണ്? ആ റൂള് പഠിച്ചേ. അതേപോലെ തന്നെ രണ്ടും വരാവുന്ന കുറച്ച് ആൾക്കാരെ ഞാനൊന്ന് പറഞ്ഞു തരാം, ശ്രദ്ധിച്ച് പഠിച്ചോളൂ കേട്ടോ. എ ലോട്ട് ഓഫ്, നിങ്ങൾ ആരും ഒന്നും ചെയ്യുന്നില്ലല്ലോ, എന്റെ മൗസ് നിൽക്കുന്നില്ല. ചെയ്യണം. ഓക്കെ, നോക്കിക്കോളൂ. എ ലോട്ട് ഓഫ് അല്ലെങ്കിൽ പ്ലെന്റി ഓഫ്, എ ലോട്ട് ഓഫ്, പ്ലെന്റി ഓഫ്, അല്ലെങ്കിൽ എന്താണ് മോസ്റ്റ് ഓഫ്, സം ഓഫ്, നൺ ഓഫ്, ഈ തുടങ്ങിയ വാക്കുകളൊക്കെ വരുന്നതെന്ന് വിചാരിക്കാം, നമ്മുടെ സെന്റൻസിൽ വരുന്നതെന്ന് വിചാരിക്കാം. ഈ സെന്റൻസുകൾ വന്നു കഴിഞ്ഞാൽ നമ്മുടെ വെർബ് സിംഗുലർ ആയിരിക്കും പ്ലൂറൽ ആയിരിക്കണം എന്ന് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? നേരത്തെ പറഞ്ഞ റൂൾ പോലെ തന്നെയാണ്. ഇതിന്റെ പിന്നാലെ വരുന്നത് കൗണ്ടബിൾ നൗൺ ആണെങ്കിൽ, ഇതിന്റെ പിന്നാലെ വരുന്നത് കൗണ്ടബിൾ നൗൺ ആണെങ്കിൽ നമ്മുടെ വെർബ് എന്തായിരിക്കും? പ്ലൂറൽ ഫോമുള്ള വെർബ് ആയിരിക്കും. ഇനി ഇതിന്റെ പിന്നാലെ
പിന്നാലെ വരുന്നത് അൺകൗണ്ടബിൾ നൗൺ ആണെങ്കിൽ, ഇതിന്റെ പിന്നാലെ അൺകൗണ്ടബിൾ നൗൺ ആണ് വരുന്നതെങ്കിൽ നമ്മുടെ വെർബ് എന്ന് പറയുന്നത് എന്തായിരിക്കും? സിംഗുലർ വെർബ് ആയിരിക്കും. മനസ്സിലാക്കി. അടുത്ത റൂളാണ്, പഠിച്ചോളൂ. ഓക്കെ, പിന്നെ ഞാൻ ഒരു എക്സാമ്പിൾ പറയാണ്. എ ലോട്ട് ഓഫ് പീപ്പിൾ ഡാഷ് വെയിറ്റിംഗ് ഔട്ട്സൈഡ്. എ ലോട്ട് ഓഫ് പീപ്പിൾ ഡാഷ് വെയിറ്റിംഗ് ഔട്ട്സൈഡ്. എന്തായിരിക്കും വരിക? എ ലോട്ട് ഓഫ് പീപ്പിൾ ഈസ് ആണോ വരിക, ആർ ആണോ വരിക? എ ലോട്ട് ഓഫ് പീപ്പിൾ. നമ്മൾ നേരത്തെ റൂൾ തന്നെ പഠിച്ചു നമ്മൾ, അല്ലെ? പീപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാറ്റിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കാവൽറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വെർമിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ജെൻട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പോലീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതൊക്കെ പ്ലൂവറിലാണ്. നമ്മൾ കഴിഞ്ഞതിൽ നമ്മൾ പഠിച്ചു, അല്ലെ? ഇതിനൊക്കെ നമ്മൾ പ്ലൂവറായിട്ട് കാണണമെന്ന് പഠിച്ചു, അല്ലെ? ഇവിടെ ലോട്ട് ഓഫിന് ശേഷം വന്നിരിക്കുന്നത് എന്താണ്? പീപ്പിൾ എന്ന് പറയുന്ന ഒരു പ്ലൂറൽ നൗൺ ആണ് വന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എന്ത് പറയണം ഞാൻ? അവിടെ ഞാൻ പ്ലൂറൽ ഫോമിൽ വെർബ് ഇടണം, അല്ലെ? അപ്പൊ ലോട്ട് ഓഫ് പീപ്പിൾ ആർ വെയിറ്റിംഗ് ഔട്ട്സൈഡ് എന്ന് വേണം ഞാൻ പറയാനായിട്ട്. ക്ലിയർ ആണേ? അങ്ങനെയാണെങ്കിൽ എന്നോട് നിങ്ങൾ ചോദിക്കുകയാണ്, സാർ എന്തോ വർക്ക് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, സാറിന്റെ വർക്ക് എന്തോരായി കഴിഞ്ഞോ? അപ്പൊ ഞാൻ പറയാണ്, എ ലോട്ട് ഓഫ് വർക്ക് ഡാഷ് ബീൻ കംപ്ലീറ്റഡ്, അല്ലെ? ഞാൻ നിങ്ങളോട് പറഞ്ഞ പോലെ തന്നെ കുറെ വർക്ക് ഉണ്ടായിരുന്നു, അതിലെ കുറെ വർക്കുകൾ തന്നെ കഴിഞ്ഞു എന്ന് പറയാം, അല്ലെ? എ ലോട്ട് ഓഫ്. ശ്രദ്ധിക്കുക, ഇപ്പൊ ഇവിടെ ലോട്ട് ഓഫിന് ശേഷം എന്താ വന്നിരിക്കുന്നത്? ലോട്ട് ഓഫിന് ശേഷം വർക്ക് എന്നുള്ള വാക്കാണ് വന്നിരിക്കുന്നത്, അല്ലെ? വർക്കിനെ നമുക്ക് എണ്ണിയെടുക്കാൻ പറ്റുമോ? എനർജീനെ എണ്ണാൻ പറ്റില്ല എന്ന് പറഞ്ഞ പോലെ തന്നെ നമുക്ക് വർക്കിനെ എണ്ണാൻ പറ്റുമോ? നമുക്ക് എണ്ണാൻ പറ്റില്ല, അല്ലെ? ഒരു വർക്ക്, 2 വർക്ക്, 3 വർക്ക് എന്ന് പറയാൻ പറ്റുമോ? ഇല്ല, അല്ലെ? ശരിക്കും പറയാൻ പറ്റുമോ? എങ്ങനെയാ ഞാൻ പറഞ്ഞുതരാം. ഞാൻ ബാങ്കിൽ ജോലി ചെയ്യുന്ന സമയത്ത് തൊഴിലുറപ്പിന്റെ ചേച്ചിമാര് വരും. അവർ വന്നിട്ട് പറയും, സാറേ 8 വർക്കിന്റെ പണിക്ക് അല്ല പൈസ എനിക്ക് കിട്ടാണ്ട് കിട്ടോ എന്ന് പറയും. 8 വർക്കിന്റെ പൈസ എനിക്ക് കിട്ടാണ്ട് കിട്ടോ എന്ന് പറയും, അല്ലെ? ശരിക്കും അത് ഗ്രാമാറ്റിക്കലി തെറ്റാണ്, അല്ലെ? 8 വർക്ക് എന്ന് പറഞ്ഞാൽ 8 ദിവസമാണ് അവർ ഉദ്ദേശിക്കുന്നത്. അപ്പൊ വർക്കിന് നമുക്ക് എണ്ണാൻ പറ്റുമോ? വർക്കിനെ എണ്ണാൻ പറ്റില്ല, അല്ലെ? അപ്പൊ ലോട്ട് ഓഫ് വർക്ക് ഹാസ് ബീൻ കംപ്ലീറ്റഡ് എന്ന് വേണം പറയാനായിട്ട്. ഹാവ് എന്നുള്ള വാക്ക് ഞാൻ അവിടെ യൂസ് ചെയ്യാനായിട്ട് പാടില്ല എന്ന് മനസ്സിലാക്കി വെക്കാം. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റൂളാണ്, പഠിച്ചു വെച്ചോളൂ കേട്ടോ. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മുടെ ഓക്കെ, നമ്മുടെ അടുത്ത റൂളിലേക്ക് പോവാം. നോക്കിക്കോളൂ. ഇപ്പൊ നമ്മള് ബില്യൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെ, നമ്മൾ എണ്ണത്തെ കാണിക്കാൻ വേണ്ടി പറയുന്നതാണ്, അല്ലെ? തുകയെ കാണിക്കാൻ വേണ്ടി, അല്ലെ? ബില്യൺ, ക്രോറ്, അല്ലെങ്കിൽ 100 അല്ലെങ്കിൽ ലാക്ക്. ഓക്കെ, ഇതൊക്കെ എന്തിനെ കാണിക്കാൻ പറയുന്നതാണ്? നമ്മുടെ എമൗണ്ടിനെ കാണിക്കാൻ വേണ്ടി നമ്മൾ പറയുന്നതാണ്, അല്ലെ? എമൗണ്ട്, തുകയെ കാണിക്കാൻ വേണ്ടി പറയുന്നതാണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെ തുകയെ കാണിക്കാൻ വേണ്ടി പറയുന്ന വാക്കുകളാണെങ്കിൽ നമ്മൾ ഇവയുടെ കൂടെ നമ്മൾ എസ് ചേർക്കാൻ പാടില്ല എന്നാണ് അതിന്റെ റൂൾ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ ബില്യൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയാണ്, ഐ ഹാവ് 2 ബില്യൺ റുപ്പീസ്. ഐ ഹാവ് 2 ബില്യൺ റുപ്പീസ് എന്ന് എനിക്ക് പറയാൻ പറ്റും. പക്ഷെ ഐ ഹാവ് 2 ബില്യൺസ് എന്ന് ഞാൻ പറയാനായിട്ട് പാടില്ല. ഐ ഹാവ് 2 ബില്യൺസ് എന്ന് പറയാൻ പാടില്ല. ഇത് തെറ്റാണ്. 2 ബില്യൺ റുപ്പീസ് എന്ന് പറയാം, 2 ബില്യൺസ് എന്ന് ഞാൻ പറയാൻ പാടില്ല. ഓക്കെ, 2 ബില്യൺസ് എന്ന് പറയുന്നത് തെറ്റാണ്. അല്ലെങ്കിൽ എന്താ പറയുന്നത്? ഐ ഹാവ് 200 റുപ്പീസ് എന്ന് പറയാൻ പറ്റും. ഐ ഹാവ് 200 റുപ്പീസ് എന്ന് പറയാൻ പറ്റും. ഓക്കെ, 200s എന്ന് പറയാനായിട്ട് പാടില്ല. ക്ലിയർ ആണ്? അപ്പൊ ഇങ്ങനെ ഒരു എമൗണ്ട് വരികയാണെങ്കിൽ ആ എമൗണ്ടിന്റെ കൂടെ നമ്മൾ എന്ത് യൂസ് ചെയ്യാൻ പാടില്ല? ഇവിടെ കൂടി നമ്മൾ എസ് നമ്മൾ ചേർക്കാൻ പാടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അതേപോലെ ലിറ്റേഴ്സ് എന്നൊന്നും പറയാൻ പാടില്ല, തെറ്റാണ്. ലിറ്റർ എന്നാ പറയാൻ പാടുള്ളൂ നമ്മൾ കേട്ടോ. ലിറ്റർ, 1 ലിറ്റർ, ഐ നീഡ് 1 ലിറ്റർ പെട്രോൾ, അല്ലെങ്കിൽ ഐ നീഡ് 2 ലിറ്റർ പെട്രോൾ എന്നേ പറയാൻ പാടുള്ളൂ. 2 ലിറ്റേഴ്സ് പെട്രോൾ വേണമെന്ന് പറയാൻ പാടില്ല. അല്ലെങ്കിൽ നമ്മൾ എന്താ പറയാണ്, ഞാൻ ഒരു കടയിൽ ചെന്ന് പഞ്ചസാര വാങ്ങാണ്, അല്ലെ? 2 കിലോഗ്രാം ഷുഗർ വേണമെന്ന് ഞാൻ പറയാൻ പാടുള്ളൂ. 2 കിലോഗ്രാംസ് ഷുഗർ വേണമെന്ന് ഞാൻ പറയാനായിട്ട് പാടില്ല, തെറ്റാണ് കേട്ടോ. അപ്പൊ തുകയെ കാണിക്കുന്നത് അല്ല എങ്കിൽ അളവിനെ കാണിക്കുന്നത്, അളവ്, അല്ലെ? അളവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്വാണ്ടിറ്റിനെ കാണിക്കുന്ന വാക്കുകളുടെ മുമ്പിലൊന്നും ഞാൻ അതിന്റെ കൂടെ നിന്ന് എന്ത് യൂസ് ചെയ്യാൻ പാടില്ല? ഞാൻ എസ് ഞാൻ യൂസ് ചെയ്യാൻ പാടില്ല. അതൊക്കെ എപ്പോഴും നമ്മൾ സിംഗിൾ ആയിട്ട് വേണം ഞാൻ കണക്കാക്കാനായിട്ട്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? ഓക്കെ, അപ്പൊ ഞാൻ എക്സാമ്പിൾ പറയാം.
ഷീ ബോട്ട് 2 ഡാഷ് ബുക്സ്. ഡസൻ ബുക്സ് ആണോ ഡസൻസ് ബുക്സ് ആണോ വരിക? ഷീ ബോട്ട് 2 ഡാഷ് ബുക്സ്. ഡസൻ ആണോ വരിക ഡസൻസ് ആണോ വരിക? ഡസൻ ആണ് വരിക അല്ലെ. ഡസൻ എന്ന് പറയുന്നത് എന്താണ്? എണ്ണത്തെ കാണിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ക്വാണ്ടിറ്റി ആണ് അല്ലെ. ഡസൻ, ഒരു ഡസൻ ബുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എണ്ണത്തെ കാണിക്കാൻ ഉപയോഗിക്കുന്നത്. അപ്പൊ അവിടെ നമ്മൾ ഡസൻസ് എന്ന് പറഞ്ഞ് നമ്മൾ യൂസ് ചെയ്യാൻ പാടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കുക. ക്ലിയർ ആണ്. അപ്പൊ ചില വാക്കുകൾ സിംഗുലർ ആണ്, ചില വാക്കുകൾ പ്ലൂറൽ ആണ്. നമ്മൾ ഈ ലോട്ട് ഓഫ്, പ്ലെന്റി ഓഫ് എന്നൊക്കെ പറഞ്ഞ പോലെ അതിൽ നമ്മൾ രണ്ടും യൂസ് ചെയ്യാം. സിംഗുലറിന്റെ കൂടെയും യൂസ് ചെയ്യാം, പ്ലൂറലിന്റെ കൂടെയും യൂസ് ചെയ്യാം. പക്ഷെ ആരാണ് അത് തീരുമാനിക്കുന്നത്? കൂടെയുള്ള നൗൺ ആണ് തീരുമാനിക്കുന്നത്. നൗൺ കൗണ്ടബിൾ ആണെങ്കിൽ പ്ലൂറൽ ഫോമിലെ വെർബ് വരണം, നൗൺ അൺകൗണ്ടബിൾ ആണെങ്കിൽ സിംഗുലർ ഫോമിലെ വെർബ് വരണം എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ തന്നെ നമ്മൾ യൂസ് ചെയ്യാവുന്ന ചില വാക്കുകളാണ്. നോക്കിക്കോളൂ, ഹാഫ് ഓഫ് അല്ലെ. നമ്മള് ഈ എന്താ പറയാ ഫ്രാക്ഷനിലൊക്കെ പറയാറില്ലേ, ഹാഫ് ഓഫ്, അല്ലെങ്കിൽ 1/3 ഓഫ്, 2/3 ഓഫ്, 1/3 ഓഫ്, 2/3 ഓഫ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലെ. ഫ്രാക്ഷൻസിൽ പറയുന്ന ചില വാക്കുകൾ. ഇങ്ങനെ ഫ്രാക്ഷനിൽ പറയുന്ന വാക്കുകളുടെ കൂടെ നമ്മൾ എന്താണ് യൂസ് ചെയ്യേണ്ടത്? സിംഗുലർ ഫോമിലെ വെർബാണോ വേണ്ടത് അതോ പ്ലൂറൽ ഫോമിലെ വെർബാണോ വേണ്ടത്? ഇതും അതേപോലെ തന്നെയാണ്. എന്ത് വരുന്നത്? ഇത് തീരുമാനിക്കുന്നത് ഇവനല്ല തീരുമാനിക്കുന്നത്, ഇവരുടെ കൂടെ വരുന്നതായിട്ടുള്ള സബ്ജക്റ്റ് ആണ് തീരുമാനിക്കുന്നത്. സബ്ജക്റ്റ് കൗണ്ടബിൾ ആണെങ്കിൽ നമ്മുടെ വെർബ് എന്ത് വരണം? വെർബ് പ്ലൂറൽ വരണം. സബ്ജക്റ്റ് അൺകൗണ്ടബിൾ ആണെങ്കിലോ? സബ്ജക്റ്റ് അൺകൗണ്ടബിൾ ആണെങ്കിൽ എന്തു വരണം? അവിടെ സിംഗുലർ ഫോമിലുള്ള വെർബ് വേണം അവിടെ വരാനായിട്ട്. ഓക്കെ, ഇപ്പൊ ഞാൻ പറയാണ് ഒരു എക്സാമ്പിൾ. ഹാഫ് ഓഫ് ദി ഓറഞ്ചസ് ഡാഷ് റോട്ടൻ. ഒരു കൂടയുണ്ട്, ആ കൂടയിൽ കുറെ ഓറഞ്ചസ് എന്ന് വിചാരിക്കാം. അപ്പൊ ഞാൻ പറയണ അതിലത്തെ പകുതി ഓറഞ്ചസും കേടായി എന്ന് പറയാണ് അല്ലെ. ഹാഫ് ഓഫ് ആണ് വന്നിരിക്കുന്നത്. ഹാഫ് ഓഫ് വെച്ചിട്ട് ഞാൻ പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ ഈസ് ആണോ വരേണ്ടത്, ആറാണോ വരേണ്ടത്? ഈസ് റോട്ടൻ ആണോ വരേണ്ടത് അതോ ആർ റോട്ടൻ ആണോ വരേണ്ടത്? ഹാഫ് ഓഫ് ദി ഓറഞ്ചസ് ഡാഷ് റോട്ടൻ. ഈസ് ആണോ ആറാണോ വരേണ്ടത്? തീർച്ചയായിട്ടും അവിടെ വരേണ്ടത് എന്താണ്? ഓറഞ്ചസ് എന്ന് പറഞ്ഞത് കൊണ്ട് ഓറഞ്ചസ് പ്ലൂറൽ ആണ് അല്ലെ. ഓറഞ്ചസ് പ്ലൂറൽ ആയതുകൊണ്ട് തന്നെ അവിടെ ഞാൻ ആർ റോട്ടൻ എന്ന് വേണം ഞാൻ പറയാനായിട്ട്. ഇനി ഇതേ ഇത് തന്നെ ഈ ഓറഞ്ച് വെച്ച് തന്നെ തെറ്റൻസ് ആയതിൽ വേറെ ഒന്നും ഞാൻ പറഞ്ഞുതരാം. ഹാഫ് ഓഫ് ദ ഓറഞ്ച്. ഒരു കൂടയുണ്ട്, ആ കൂടയിൽ ആകെ ഒരു ഓറഞ്ചേ ഉള്ളൂ എന്ന് വിചാരിക്കുക. കൂടയിൽ ഒരു ഓറഞ്ചേ ഉള്ളൂ. ആ ഓറഞ്ചിന്റെ പകുതി കേടായതാണെങ്കിൽ ഞാൻ എന്തായിരിക്കും പറയാ? ഹാഫ് ഓഫ് ദ ഓറഞ്ച് ആർ റോട്ടൻ എന്നാണ് പറയാ, ഈസ് റോട്ടൻ എന്നാണ് പറയാ. ഒരു ഓറഞ്ചേ ഉള്ളൂ, ഒരെണ്ണേ ഉള്ളൂ, സിംഗുലർ ആണ് അല്ലെ. എന്റെ നൗൺ എന്ന് പറയുന്നത് സിംഗുലർ ആണ്. അങ്ങനെയാണെങ്കിൽ എന്താ പറയേണ്ടത്? ഞാൻ അവിടെ സിംഗുലർ ഫോമിൽ വെർബ് വേണം ഞാൻ യൂസ് ചെയ്യാനായിട്ട്. അല്ലാതെ കാണാപ്പാടം പഠിക്കരുത്. സാറ് പറഞ്ഞു തന്നു ഓറഞ്ച് എന്ന് പറഞ്ഞാൽ എണ്ണാൻ പറ്റുന്നതല്ലേ, ഇത് ഓറഞ്ച് അല്ലേ, എണ്ണിക്കൂടെ ആർ എന്ന് പറയുന്നത്. ഇവിടെ ഒരു ഓറഞ്ചേ ഉള്ളൂ എന്നുള്ളത് മനസ്സിലാക്കി വെക്കാം. ഓക്കെ, ഇനി എന്താണ് പറഞ്ഞേ? ഇനി വരുന്ന ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം, നോക്കിക്കോളാം. 3/4 ഓഫ് ദ ഗേൾസ് ഡാഷ് ബ്യൂട്ടിഫുൾ. മുക്കാഭാഗം പെൺകുട്ടികളും ബ്യൂട്ടിഫുൾ ആണെന്നാണ് പറഞ്ഞത് അല്ലെ. 3/4 ഓഫ് ദ ഗേൾസ് ഡാഷ് ബ്യൂട്ടിഫുൾ. എന്തായിരിക്കും ഇവിടെ വരേണ്ടത്? ഗേൾസ് ആണ്, പ്ലൂറൽ ആണ്. അങ്ങനെയാണെങ്കിൽ എന്ത് പറയണത്? ഞാൻ അവിടെ ആർ ബ്യൂട്ടിഫുൾ എന്ന് വേണം ഞാൻ പറയാനായിട്ട് അല്ലെ. പ്ലൂറൽ ആയതുകൊണ്ട് ആർ ബ്യൂട്ടിഫുൾ എന്ന് ഞാൻ പറയുന്നു. ഓക്കെ, ഇനി ഇതിലൊരു എക്സെപ്ഷൻ ഉണ്ടെന്നുള്ളതാണ് പഠിച്ചു വയ്ക്കുക. അപ്പൊ ഈ ഹാഫ്, 2/3 അല്ലെങ്കിൽ എന്താണ് 2/3, 1/3 എന്നൊക്കെ പറഞ്ഞു വന്നു കഴിഞ്ഞാൽ എന്താണ് നമുക്ക് ഇങ്ങനെ പറയാന്നുള്ളതാണ് അല്ലെ. ഫ്രാക്ഷനിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ പറയാം. ഇനി ഇത് തന്നെ ഈ ഹാഫ് ഓഫ് 1/3 പകരമായിട്ട് ഇങ്ങനെ ഒരു സാധനം വരണമെന്ന് വിചാരിക്കുക. 1.5 എന്നൊരു സാധനം വന്നു വിചാരിക്കുക. എന്താണ് 1.5 കേട്ടോ. ഇത് മാത്രമാണ് എക്സെപ്ഷൻ വരുന്നത്. 1.5 അല്ലെ. 1.5 എന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞേ? 1.5 അല്ലെ. 1.5 ആപ്പിൾസ്, 1.5 ആപ്പിൾസ് ഡാഷ് റോട്ടൻ എന്ന് പറഞ്ഞു വിചാരിക്കാം. അപ്പൊ നിങ്ങൾ പറയും 1.5 ഇല്ലേ സാറേ, 1 വന്നാലല്ലേ സിംഗുലർ ആവുന്നുള്ളൂ, 1നേക്കാൾ കൂടുതൽ വന്നു കഴിഞ്ഞാൽ അതിനൊക്കെ പ്ലൂറലായിട്ട് എടുത്തൂടെ എന്നല്ലേ സാറ് പറഞ്ഞു തന്നത്. ആപ്പിൾസ് എന്നല്ലേ അവിടെ എടുക്കുന്നത്.
അതുകൊണ്ട് ആർ റോട്ടർ എന്ന് ഞാൻ എഴുതിക്കോടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയും നിങ്ങളുടെ ആൻസർ തെറ്റി എന്നുള്ളതാണ്. ഇത് മാത്രമാണ് ഒരു എക്സെപ്ഷൻ ആയിട്ട് വരുന്നത്. ഏത് മാത്രം? 1.5 മാത്രം ഒരു എക്സെപ്ഷൻ വരുന്നുണ്ട്. 1.5 വന്നു കഴിഞ്ഞാൽ നമ്മൾ കൂടെയുള്ളത് കൗണ്ടബിൾ നൗൺ ആണെങ്കിലും അൺകൗണ്ടബിൾ നൗൺ ആണെങ്കിലും നമ്മുടെ വെർബിനെ എപ്പോഴും എന്തായിട്ട് കണക്കാക്കണം? നമ്മൾ സിംഗുലർ ആയിട്ട് വേണം കണക്കാക്കാനായിട്ട്. അപ്പൊ നമ്മളിവിടെ ഈസ് എന്ന് മാത്രമേ നമ്മളിവിടെ എഴുതാനായിട്ട് പാടുള്ളൂ. 1.5 ആപ്പിൾസ് ഈസ് റോട്ടഡ് എന്ന് മാത്രമേ ഞാൻ അവിടെ പറയാൻ പാടുള്ളൂ എന്നതാണ്. ക്ലിയർ ആണ്? വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഇത് പഠിച്ചു വെച്ചോ. ഓക്കെ, ഇനി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വേറെ റൂളിലേക്ക് നമുക്ക് പോകാവുന്നതാണ്. പലപ്പോഴും പല ആൾക്കാരും തെറ്റിക്കുന്ന ഒരു സാധനമാണ് ഈച്ച് ആൻഡ് എവരി എന്ന് പറയുന്ന സാധനം. ഈച്ച് ആൻഡ് എവരി, ഇത് രണ്ടും തമ്മിലെ തത്വശാസ്ത്രപരമായിട്ടുള്ള വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവരി എന്ന് പറഞ്ഞാൽ എല്ലാതും എന്നാണ് പറയുന്നത്, അല്ലെ? ഈച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോന്നും എന്നാണ് പറയുന്നത്. ഇപ്പോ ഒരു മീറ്റിംഗ് ഉണ്ട്, ആ മീറ്റിംഗിൽ ഒരു 10-30 പേരുണ്ടെന്ന് വിചാരിക്കുക. എല്ലാവരും തന്നെ ഭക്ഷണം കഴിച്ചു എന്ന് പറയാനായിട്ട് എനിക്ക് എന്ത് പറയാം? എവരി എന്നുള്ള വാക്കേക്ക് അവിടെ യൂസ് ചെയ്യാന്നുള്ളതാണ്, അല്ലെ? അപ്പൊ ഞാൻ അതിനെ മൊത്തം ഒറ്റ സെറ്റ് ആയിട്ടാണ് എടുക്കണേ എന്നുള്ളതാണ്. 30 പേരും ചെയ്തു എന്ന് കാണിക്കാൻ വേണ്ടി എന്ത് പറയുന്നു? ഞാൻ എവരി എന്നുള്ള വാക്ക് പറയുന്നു. അത് തന്നെ എനിക്ക് ഈച്ച് വെച്ചിട്ടും പറയാൻ പറ്റും. ഈച്ച് വെച്ച് പറയുമ്പോ എന്താ പറയണേ? ഓരോരുത്തരും ഭക്ഷണം കഴിച്ചു എന്നാണ് പറയുന്നത്, അല്ലെ? ഓരോരുത്തരും എന്ന് പറയുമ്പോൾ ഞാൻ സ്പ്ലിറ്റ് ചെയ്തുകൊണ്ട് ഓരോരുത്തരും എടുക്കുകയാണ്. 1, 2, 3, 4, 5, 6 അങ്ങനെ 30 പേരും ഞാൻ എടുക്കുകയാണ്. എവരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 30 എന്ന് ഡയറക്റ്റ് ആയിട്ട് എടുക്കുകയാണ്, അല്ലെ? നമ്മൾ ഓരോരുത്തരും നമ്മളങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് കേട്ടോ. അപ്പൊ ഇതാണ് വ്യത്യാസം വരുന്നത്. ഈച്ച് എന്ന് പറഞ്ഞാൽ ഓരോന്നും ഓരോരുത്തരും എന്ന അർത്ഥം വരുന്നു. എവരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാതും എല്ലാവരും എന്ന അർത്ഥം വരുന്നു. ഇനി ഈ എല്ലാവരും എന്ന് പറയാനായിട്ട് മിനിമം എത്ര ആൾക്കാർ വേണം? നമ്മൾ സാധാരണ പറയില്ലേ, ഫുട്ബോൾ കളിക്കാൻ മിനിമം എത്ര ആൾക്കാർ വേണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറയും? ഒരു 11 ആൾക്കാരുണ്ടെങ്കിൽ നമുക്ക് ഫുട്ബോൾ കളിക്കാൻ നമ്മൾ പറയണ പോലെ തന്നെ എവരി എന്ന് പറയുന്ന സാധനം ഉപയോഗിക്കണമെങ്കിൽ അവിടെ മിനിമം 2+ ആൾക്കാർ അവിടെ ഉണ്ടാവണം. 2+ ആൾക്കാർ ഉണ്ടെങ്കിലാണ് നമുക്ക് എവരി യൂസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ആകെ 2 പേരേ ഉള്ളെങ്കിൽ എവരിബഡി എവരി എന്നുള്ള വാക്ക് നമുക്ക് അവിടെ പറയാനായിട്ട് പറ്റില്ല. മിനിമം എത്ര പേര് വേണം? 3 പേരെങ്കിലും വേണം, എങ്കിലേ നമുക്ക് എവരി യൂസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ എന്ന് പഠിച്ചു വെക്കുക. എന്നാൽ ഈച്ച് യൂസ് ചെയ്യാനായിട്ട് അങ്ങനെ പ്രശ്നമൊന്നുമില്ല. ഈച്ച് എന്താണ്? 2 പേരുണ്ടെങ്കിലും ഈച്ച് യൂസ് ചെയ്യാം, 2+ ആൾക്കാരുണ്ടെങ്കിലും ഈച്ച് യൂസ് ചെയ്യാം എന്നുള്ളതാണ് കേട്ടോ. അപ്പൊ ഈച്ചിന് അങ്ങനെ പ്രത്യേകമായിട്ട് റൂൾ ഒന്നും വരുന്നില്ല. 2 രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാമെന്ന് മനസ്സിലാക്കി വെക്കാം. ക്ലിയർ ആണ്? ഇനി നമ്മൾ യൂസ് ചെയ്യുന്ന വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈച്ച് എന്ന് പറഞ്ഞൊരു വാക്ക് വന്നു വിചാരിക്കുക. ഈച്ചിന്റെ കൂടെ നമ്മൾ എന്തായിരിക്കും നമ്മൾ സാധാരണ ഉപയോഗിക്കുക? എവരി എന്നുള്ള വാക്കിന്റെ കൂടെയൊക്കെ എപ്പോഴും നമ്മൾ സാധാരണയായിട്ട് 2 or 2-ലധികമോ ആൾക്കാരെ നമ്മൾ എന്താണ് പറയുക, ക്ലബ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈച്ച് അല്ലെങ്കിൽ എവരി എന്നുള്ള വാക്ക് ഉപയോഗിക്കേണ്ടത്, അല്ലേ? അപ്പൊ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ നൗൺ എന്ന് പറയുന്നത് എന്തായിരിക്കണം? സിംഗുലർ ഫോമിലാണോ യൂസ് ചെയ്യേണ്ടത്? നമ്മൾ പ്ലൂറൽ ഫോമിലാണോ യൂസ് ചെയ്യേണ്ടത്? പലപ്പോഴും പലർക്കും ഡൗട്ട് വരാണ്, അല്ലെ? നോക്കൂ, ഈച്ച് മാൻ, ഓക്കെ, ഒരു ഗ്രൂപ്പാണ്. ആ ഗ്രൂപ്പിൽ കുറെ ആളുകളാണെന്ന് വിചാരിക്കുക. അപ്പൊ ഞാൻ പറയാണ് ഈച്ച് മാൻ ഡാഷ് ഡൺ ദി ഹോംവർക്ക്. ഞാൻ പറഞ്ഞു എന്ന് വിചാരിക്കുക. ഈച്ച് മാൻ ഡാഷ് ഡൺ ദി ഹോംവർക്ക്. ഓരോ ആളും ഹോംവർക്ക് ചെയ്തു എന്ന് പറയാണ്. ഓക്കെ, ഇവിടെ ഞാൻ ഹാസ് ആണോ ഉപയോഗിക്കേണ്ടത്, ഹാവ് ആണോ ഉപയോഗിക്കേണ്ടത്? ഈച്ച് മാൻ ഹാസ് ആണോ ഉപയോഗിക്കേണ്ടത് അതോ ഹാവ് ആണോ ഉപയോഗിക്കേണ്ടത്? ഈച്ച് മാൻ ഡാഷ് ഡൺ ദി ഹോംവർക്ക് എന്താണ് ഉപയോഗിക്കേണ്ടത്? ഇവിടെ ഞാൻ ഹാസ് ആണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളത്. എത്ര ആൾക്കാരുണ്ട് എന്നുള്ള പ്രശ്നം വരുന്നില്ല. അവിടെ നമ്മൾ സിംഗുലർ ഫോമിലുള്ള വെർബ് വേണം നമ്മൾ യൂസ് ചെയ്യാനായിട്ട്. അത് ഈച്ചിന് മാത്രമല്ല എവരിക്കും ബാധകം തന്നെയാണ്. അതായത് ഈച്ച് വന്നു കഴിഞ്ഞാലും എവരി വന്നു കഴിഞ്ഞാലും അതിന്റെ പിന്നാലെ വരുന്ന നൗൺ നോക്കൂ. ഞാനിവിടെ മാൻ എന്നാണ് യൂസ് ചെയ്തേക്കണം, അല്ലെ? മെൻ എന്ന് പറഞ്ഞിട്ടില്ല. ഒരു 20 പേര് ക്ലാസ്സിലുണ്ട്, 20 പേര് ഹോംവർക്ക് ചെയ്തുവെങ്കിൽ ഞാൻ ഈച്ച് മെൻ എന്ന് പറയുന്നില്ല, ഈച്ച് മാൻ എന്നാണ് ഞാൻ പറയണേ എന്നുള്ളത്, അല്ലെ? അപ്പൊ അത് മനസ്സിലാക്കി വെക്കുക. അപ്പൊ ഈച്ച് എവരിയൊക്കെ വരുന്നെങ്കിൽ എന്താണ് വേണ്ടത്? അതിന്റെ പിന്നാലെ വരുന്നതായിട്ടുള്ള നൗൺ എന്ന് പറയുന്നത് എന്തായിരിക്കണം? നൗൺ എന്ന് പറഞ്ഞാൽ സിംഗുലർ ആയിട്ട് എടുക്കണം എന്നുള്ളതാണ്. ഈച്ച് മാൻ എന്ന് ഞാൻ പറയണു. ഇനി അതിന്റെ പിന്നാലെ വരുന്നതായിട്ടുള്ള നമ്മുടെ വെർബ് വരുന്നില്ലേ? ആ വെർബിനെ ഞാൻ എങ്ങനെ എടുക്കണം? ആ വെർബിനും ഞാൻ എന്തായിട്ട് എടുക്കണം? സിംഗുലർ ആയിട്ട് എടുക്കണം എന്ന് മനസ്സിലാക്കി വയ്ക്കുക. ഓക്കെ, ഈച്ച് മാൻ ഹാസ് ഡൺ ദി ഹോംവർക്ക്, അല്ലെങ്കിൽ ഈച്ച് വുമൺ ഹാസ് ഡൺ ഹെർ എന്തെങ്കിലും ഡൺ ഡിഗ്രി എന്നോ എന്ത് വേണമെങ്കിലും പറയാനായിട്ട് പറ്റുന്നു കേട്ടോ. അപ്പൊ അവിടെ സിംഗിൾ ഫോമിൽ വേണം നമ്മുടെ
നൗണും യൂസ് ചെയ്യാനായിട്ട് നമ്മുടെ വെർബും യൂസ് ചെയ്യാനായിട്ട്. അപ്പൊ ചില ആൾക്കാർക്ക് ഒരു ഡൗട്ട് വരും, ഈ ഈച്ച് മാനും വുമണിനെയൊക്കെ മിക്സ് ചെയ്തുകൊണ്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വരിക? ഈച്ച് മാൻ ആൻഡ് ഈച്ച് വുമൺ ഡാഷ് ഡൺ ദ ഹോംവർക്ക്, ഡാഷ് ഡൺ ദി ഹോംവർക്ക്. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്താണ് വരിക? ഹാസ് ആണ് വരിക, ഹാവ് ആണ് വരിക. ഇപ്പൊ ഞാൻ എന്താണ് ക്ലബ് ചെയ്തു കേട്ടോ, മാനിനെയും വുമണിനെയും ക്ലബ് ചെയ്തു. ഓരോ ആണും ഓരോ പെണ്ണും ഹോംവർക്ക് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത് അല്ലെ. ഈച്ച് മാൻ ആണ്, സിംഗുലർ ആണ്. ഈച്ച് വുമൺ ആണ്, വിമൻ എന്നല്ല പറയുന്നത്, വുമൺ ആണ് പറയുന്നത്. ഇവിടെ എന്തായിരിക്കും വരിക? ഹാസ് ആണ് വരിക, ഹാവ് ആണ് വരിക. ശ്രദ്ധിക്കേണ്ട കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയും ഹാസ് തന്നെയാണ് വരിക എന്നുള്ളതാണ്. സിംഗുലർ ഫോമിലുള്ള വെർബ് തന്നെയാണ് ഇവിടെയും വരിക കേട്ടോ. ടെൻഷൻ ആവേണ്ട കാര്യമില്ല. അപ്പൊ ഈച്ച് അല്ലെങ്കിൽ എവരി വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താ റൂള് പഠിച്ചേക്കണം നമ്മള്? രണ്ടിലധികം ആൾക്കാരുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ എവരി യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഈച്ചിന് പക്ഷെ അങ്ങനെ പ്രശ്നം വരുന്നില്ല. ഈച്ച് നമുക്ക് രണ്ടാൾക്കാരുണ്ടെങ്കിലും രണ്ടിലധികം ആൾക്കാരുണ്ടെങ്കിലും നമുക്കവിടെ യൂസ് ചെയ്യാം എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ഇനി ഈച്ച് ആണെങ്കിലും എവരി ആണെങ്കിലും അതിന്റെ പിന്നാലെ വരുന്നതായിട്ടുള്ള നമ്മുടെ നൗൺ എന്ന് പറയുന്നത് എന്തായിരിക്കണം? സിംഗുലർ ആയിരിക്കണം. നമ്മുടെ വെർബ് എന്ന് പറയുന്നത് എന്തായിരിക്കണം? വെർബ് എന്ന് പറയുന്നത് അതും സിംഗുലർ ആയിരിക്കണം എന്ന് മനസ്സിലാക്കി വെക്കുക. ക്ലിയർ ആണ്? അങ്ങനെയാണെങ്കിൽ അടുത്ത റൂളിലേക്ക് കടന്നോട്ടെ. അടുത്ത റൂൾ നമുക്ക് നോക്കാം അല്ലെ. നോക്കിക്കോളൂ, ഇങ്ങനെ ഒരു സംഭവം വരാറുണ്ട്. ഓരോന്നും എന്ന് പറയാനായിട്ട് ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്ന ഒരു ഇതാണ് മെനി എ അല്ലെങ്കിൽ മെനി ആൻ എന്നൊക്കെ പറയുന്നത് കേട്ടോ. ഓരോരുത്തരും ഈ ഈച്ച് എന്ന് പറയുന്ന പോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന വേറൊരു വാക്കാണ് മെനി എ അല്ലെങ്കിൽ മെനി ആൻ അല്ലെങ്കിൽ മോർ ദാൻ വൺ എന്ന് പറഞ്ഞ സാധനങ്ങൾ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ പലപ്പോഴും പലർക്കും ഒരു ഡൗട്ട് വരും. അപ്പൊ ഇതിന് ശേഷം എന്താണ് വരേണ്ടത്? നമ്മുടെ സബ്ജക്ട് എന്തായിരിക്കണം? നൗൺ എന്തായിരിക്കണം? സിംഗുലർ ആണോ പ്ലൂറൽ ആണോ? നമ്മുടെ വെർബ് എന്തായിരിക്കണം? സിംഗുലർ ആണോ പ്ലൂറൽ ആണോ എന്നൊക്കെ പലർക്കും ഡൗട്ട് വരാറുണ്ട്. ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ് കേട്ടോ. മെനി എ അല്ലെങ്കിൽ മോർ ദാൻ വൺ വന്നു കഴിഞ്ഞാലും ഞാൻ എക്സാമ്പിൾ പറഞ്ഞുതരാം, നമുക്ക് മനസ്സിലാവും. ഓക്കെ, മെനി എ വെച്ച് വരാൻ പറഞ്ഞുതരാം. മെനി എ കഴിഞ്ഞാൽ പിന്നെ വരേണ്ടത് സിംഗുലർ സബ്ജക്റ്റ് ആണ് വരേണ്ടത്. ശ്രദ്ധിക്കുക കേട്ടോ. അപ്പൊ മെനി എ ടീച്ചർ എന്നാണ് പറയുന്നത്. മെനി എ ടീച്ചർ ലൈക്സ് എ സ്റ്റുഡന്റ് who studies very well. ഇതിന്റെ അർത്ഥം എന്താ പറയണേ? ഓരോ ടീച്ചർക്കും നന്നായിട്ട് പഠിക്കുന്ന കുട്ടീനെ ഭയങ്കര ഇഷ്ടമാണെന്നാണ് പറയുന്നത് അല്ലെ. നമ്മൾ ഇതിന് മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? മെനിയെ വന്നു കഴിഞ്ഞാലും മോർ ദാൻ വൺ വന്നു കഴിഞ്ഞാലും അതിന്റെ പിന്നാലെ വരുന്നതായിട്ടുള്ള സബ്ജക്ട്, അതായത് ടീച്ചർ എന്ന് പറയുന്നത് എന്താണ്? സിംഗുലർ ആണ്. മെനിയെ ടീച്ചേഴ്സ് എന്ന് പറയാൻ പാടില്ല. മോർ ദാൻ വൺ ടീച്ചേഴ്സ് എന്ന് പറയാൻ പാടില്ല. മോർ ദാൻ വൺ ടീച്ചർ എന്നേ പറയാൻ പാടുള്ളൂ. മെനിയെ ടീച്ചർ എന്നേ പറയാൻ പാടുള്ളൂ. ഓക്കെ, അതിനുശേഷം വന്നിരിക്കുന്നത് നമ്മുടെ വെർബ് നോക്കൂ നിങ്ങൾ. വെർബ് ഇവിടെ എന്താ വന്നിരിക്കുന്നത്? ഇവിടെ ലൈക്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. സിംഗുലർ ഫോമിലുള്ള വെർബാണ് വന്നിരിക്കുന്നത്. അപ്പൊ എന്താണ് ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത്? മെനിയെ അല്ലെങ്കിൽ മോർ ദാൻ വൺ വന്നു കഴിഞ്ഞാൽ സിംഗുലർ ഫോമിലുള്ള നൗൺ വരണം, അതേപോലെ തന്നെ സിംഗുലർ ഫോമിലുള്ള വെർബ് വരണമെന്ന് പഠിച്ചു വെക്കുക. ഓക്കെ, അപ്പൊ മോർ ദാൻ വൺ വന്നു കഴിഞ്ഞാൽ സിംഗുലർ ഫോം ആണെങ്കിൽ മോർ ദാൻ ടു വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ചെറിയൊരു പ്രശ്നം ഉണ്ട് എന്നുള്ളതാണ്. അത് വേണമെങ്കിൽ ഒന്ന് പഠിച്ചു വെക്കുക കേട്ടോ. മോർ ദാൻ വണ്ണിന് സിംഗുലർ കോമ്പിനേഷൻ ആണ് വരുന്നതെങ്കിൽ മോർ ദാൻ ടു വന്നു കഴിഞ്ഞാൽ, രണ്ടിലധികം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്താണ് വരുന്നത്? അവിടെ ഇത് കഥ മാറി എന്നുള്ളതാണ് അല്ലെ. മോർ ദാൻ ടു വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം, അപ്പൊ നമുക്കൊരു ഐഡിയ കിട്ടും. നോക്കിക്കോളൂ. മോർ ദാൻ ടു, മോർ ദാൻ വൺ ആയിരുന്നുവെങ്കിൽ ഞാൻ ബോയ് എന്ന് പറയുമായിരുന്നു. മോർ ദാൻ ടു ആയപ്പോൾ എന്തായി? മോർ ദാൻ ടു ബോയ്സ് ആയി എന്നുള്ളതാണ് അല്ലെ. മോർ ദാൻ ടു ബോയ്സ് ആർ പ്ലേയിങ് ക്രിക്കറ്റ്. കണ്ടോ, ഇംഗ്ലീഷ് എന്ന് പറഞ്ഞ ഭാഷ അങ്ങനെയാണ്. പല കാര്യങ്ങളും നമ്മളൊന്ന് ശ്രദ്ധിക്കണം എന്നുള്ളതാണ് അല്ലെ. ഈ മോർ ദാൻ വൺ എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ഒന്നിലധികം ഉണ്ടല്ലോ, പ്ലൂറൽ ആണല്ലോ എന്ന് വിചാരിക്കും. മോർ ദാൻ ടു പിന്നെ പ്രശ്നമില്ല. പക്ഷെ മോർ ദാൻ വൺ വന്നു കഴിഞ്ഞാലും എന്താ യൂസ് ചെയ്യാൻ പാടുള്ളൂ? സിംഗുലർ നൗണും സിംഗുലർ വെർബും യൂസ് ചെയ്യാൻ പാടുള്ളൂ. പക്ഷെ മോർ ദാൻ ടു വന്നു കഴിഞ്ഞാലോ അവിടെ നമ്മൾ പ്ലൂറൽ ഫോമിലുള്ള വെർബും പ്ലൂറൽ ഫോമിലുള്ള നൗണും വേണം നമ്മൾ യൂസ് ചെയ്യാനായിട്ട് കേട്ടോ. അപ്പൊ പ്ലൂറൽ ഫോമിലുള്ള നൗൺ വന്നു, അതേപോലെ പ്ലൂറൽ ഫോമിലുള്ള വെർബ് വന്നു എന്നുള്ളതാണ്. ഇത് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെക്കുക എന്നുള്ളതാണ്. ക്ലിയർ ആയി? അപ്പൊ ഈ പ്ലെന്റി ഓഫ് അല്ലെങ്കിൽ പേഴ്സൻറ്റേജ് ഒക്കെ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ തീരുമാനിക്കുക?
വെർബ് സിംഗുലർ ആണ് പ്ലൂറൽ ആണ് എങ്ങനെ തീരുമാനിക്കും? അത് കൂടെ വന്നിരിക്കുന്ന നൗണിനനുസരിച്ച് തീരുമാനിക്കും. നൗൺ കൗണ്ടബിൾ ആണെങ്കിൽ നമ്മുടെ വെർബ് പ്ലൂറൽ ആയിരിക്കും. നൗൺ അൺകൗണ്ടബിൾ ആണെങ്കിൽ നമ്മുടെ വെർബ് എന്ന് പറയുന്നത് സിംഗുലർ ആയിരിക്കും. അതേപോലെ തന്നെ മെനി എ അല്ലെങ്കിൽ മോർ ദാൻ വൺ ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ നൗണും അതേപോലെ തന്നെ നമ്മുടെ വെർബും എന്തായിരിക്കും? സിംഗുലർ ആയിരിക്കുമെന്ന് മനസ്സിലാക്കി വെക്കാം. ഇനി അതേപോലെ തന്നെ മോർ ദാൻ ടു വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ് വേണ്ടത്? നമ്മുടെ നൗൺ പ്ലൂറൽ ആയിരിക്കും, നമ്മുടെ വെർബും പ്ലൂറൽ ആയിരിക്കുമെന്ന് മനസ്സിലാക്കി വെക്കാം. ഇനി ഈച്ച് അല്ലെങ്കിൽ എവരി വന്നു കഴിഞ്ഞാലും നമ്മൾ എന്താ ഉപയോഗിക്കേണ്ടത്? നമ്മൾ ഈച്ച് ആൻഡ് എവരി വന്നു കഴിഞ്ഞാലും അതിന്റെ നൗൺ എന്ന് പറയുന്നത് സിംഗുലർ ആയിരിക്കണം, വെർബ് എന്ന് പറയുന്നതും സിംഗുലർ ആയിരിക്കണം എന്ന് മനസ്സിലാക്കി വെക്കാം. ക്ലിയർ ആണേ? ഇനി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റൂൾ ഞാൻ പറഞ്ഞുതരാം. ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളൂ, പലർക്കും വരുന്നൊരു ഡൗട്ടാണ്. ഇപ്പൊ ഞാൻ പറയാണ് നോബഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും ഇല്ലല്ലോ, അപ്പോ സിംഗുലർ ഫോമിലുള്ള വെർബാണ് വരിക എന്ന് നമ്മൾ വിചാരിക്കും അല്ലെ. നോബഡി ആരും ഇല്ല എന്ന് പറയുമ്പോൾ സിംഗുലർ ഫോമിലുള്ള വെർബാണ് വരേണ്ടത്. എവരിബഡി എന്ന് പറയുമ്പോൾ എല്ലാവരും ഉണ്ടല്ലോ, അപ്പൊ അങ്ങനെയാണെങ്കിൽ പ്ലൂറൽ ഫോമിലുള്ള വെർബാണ് വരേണ്ടത് അല്ലെ. എല്ലാവരും ഒരു 10, 20, 50 പേരുണ്ടെങ്കിൽ എവരിബഡി എന്ന് പറയും അല്ലെ. പ്ലൂറൽ ഫോമിലുള്ള വെർബ് ആണല്ലോ വരണ്ടേ എന്നുള്ള ഒരു ഡൗട്ട് എല്ലാവർക്കും വരും എന്നുള്ളതാണ്. പക്ഷേ തെറ്റാണ്. ഞാൻ പറയുന്ന കുറച്ച് വാക്കുകൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കുക അല്ലെ. നോക്കൂ, ഒന്നുമില്ലായ്മ നമ്മൾ പറയുന്ന വാക്കുകൾ എന്തൊക്കെയാണ്? ഒന്നുമില്ല, നൺ എന്ന് പറയും നമ്മള്, അല്ലെങ്കിൽ ആരുമില്ല എന്ന് പറയാനായിട്ട് നമ്മൾ എന്ത് പറയും? നമ്മള് നോബഡി എന്ന് പറയും നമ്മള്, പറയില്ലേ? അല്ലെങ്കിൽ ഒരു സാധനം ഇല്ല എന്നൊക്കെ പറയാനായിട്ട് നമ്മൾ എന്ത് പറയും? നത്തിങ് എന്നുള്ള വാക്കുകൾ നമ്മളിവിടെ ഉപയോഗിക്കും എന്നുള്ളതാണ്. ഓക്കെ, നൺ, നോബഡി, നത്തിങ് എന്ന് നമ്മൾ പറയുന്നത് അല്ലേ. ഇനി എന്തെങ്കിലും വന്നാൽ മതി നമ്മൾ എന്താ പറയാ? നമ്മള് എന്തെങ്കിലും കാണിക്കാനായിട്ട് എന്ത് പറയും? നമ്മള് എനിബഡി, എനിബഡി അല്ലെങ്കിൽ എനിത്തിങ് എന്നൊക്കെ പറയും നമ്മൾ അല്ലെ. എന്തെങ്കിലും എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് അപ്പൊ എനിബഡി, എനിത്തിങ് എന്നൊക്കെ പറയും. ഇനി കുറച്ച് ആൾക്കാരെന്ന് കാണിക്കാൻ വേണ്ടി നമ്മൾ എന്ത് പറയും? നമ്മള് കുറച്ച് ആൾക്കാരെന്ന് കാണിക്കാനായിട്ട് നമ്മള് എനിവൺ, എനിബഡി, എനിത്തിങ്, എനിവൺ കേട്ടോ, ഇതൊക്കെ ഉപയോഗിക്കാം. എനിവൺ. കുറച്ച് ആൾക്കാരെന്ന് കാണിക്കാനായിട്ട് നമ്മള് സംവൺ അല്ലെങ്കിൽ സംബഡി, സംബഡി, സംതിങ് എന്ന് പറയണം അല്ലെ. സംതിങ് എന്ന് പറയണം. ഓക്കെ, എല്ലാ ആൾക്കാരും എന്ന് കാണിക്കാനായിട്ട് നമ്മൾ എന്ത് പറയും? നമ്മള് എല്ലാ ആൾക്കാരും, എവരി വൺ, എവരിബഡി അല്ലെങ്കിൽ എവരിതിങ് എന്ന് പറയും അല്ലെ. ഈ ആൾക്കാരൊക്കെ ഒറ്റക്കെട്ടാണ്. നമ്മൾ യൂണിയൻകാരുടെ ഒക്കെ കാര്യം പറഞ്ഞ പോലെയാണ്. ഇവർക്കൊക്കെ ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള റേറ്റ് ഉണ്ടെന്നുള്ളതാണ് അല്ലെ. ഇവരൊക്കെ തീരുമാനിച്ചു വെച്ചേക്കാണ്. നമ്മൾ കോഴിയുടെ ഒക്കെ വില നോക്കാൻ പോണ പോലെയാണ് അല്ലെ. ഒരു ചന്തയിൽ പോയി, കോഴിക്കടയിൽ കോഴി വാങ്ങാൻ പോയി കഴിഞ്ഞാലും എല്ലാ കടകളിലും കോഴിയുടെ വില തന്നെയായിരിക്കും സെയിം ആണെന്ന് പറയുന്ന പോലെ തന്നെ ഇവരെല്ലാരും കൂടെ ഒരു യൂണിയൻ ചേർന്ന് ഒരു തീരുമാനം എടുത്തു എന്നുള്ളതാണ്. എന്താണ്? നമ്മൾ തമ്മിലൊരു അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവും. കാരണം നമ്മൾ ചിലപ്പോ ഒരാളുണ്ടാവാം, ആരും ഉണ്ടാവില്ല, എല്ലാവരും ഉണ്ടാവാം, കുറച്ചു പേരുണ്ടാവും. എങ്കിലും നമ്മൾ പുറത്തേക്ക് പോകുമ്പോൾ നമ്മൾ ഒറ്റക്കെട്ടായിട്ട് ഒരു തീരുമാനം എടുക്കണം എന്ന് പറഞ്ഞ ഒരു തീരുമാനം എടുത്തു എന്നുള്ളതാണ്. എന്താ ഒരു തീരുമാനം എടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആൾക്കാരൊക്കെയാണ് വരുന്നതെങ്കിൽ നമ്മൾ ഇതിന്റെ ഒപ്പം നമ്മൾ എപ്പോഴും നമ്മൾ സിംഗുലർ ഫോമിലുള്ള വെർബ് വേണം യൂസ് ചെയ്യാനായിട്ട്. ഇതിൽ ആര് തന്നെ വന്നു കഴിഞ്ഞാലും നമ്മൾ എപ്പോഴും സിംഗുലർ ഫോമിലുള്ള വെർബ് വേണം നമ്മൾ യൂസ് ചെയ്യാനായിട്ട് എന്ന് പഠിച്ചു വെക്കാം. ഓക്കെ, ഒരു എക്സാമ്പിൾ ഞാൻ പറയാണ്. നോ വൺ ഡാഷ് ദ ഫുഡ്. ആർക്കും തന്നെ ഫുഡ് ഇഷ്ടമല്ല. നോ വൺ ഡാഷ് ദ ഫുഡ്. എൻജോയ് എന്നുള്ള വാക്കാന്ന് വിചാരിക്കുക. അപ്പൊ ഏതാ വരിക? എൻജോയ് ആണോ വരിക? എൻജോയ്സ് ആണോ വരിക? എൻജോയ് ആണോ വരിക? എൻജോയ്സ് ആണോ വരിക? ആരും ഇല്ല എങ്കിൽ പോലും നമ്മൾ അവിടെ യൂസ് ചെയ്യേണ്ടത് എന്താണ്? അവിടെ നമ്മൾ യൂസ് ചെയ്യേണ്ടത് സിംഗുലർ ഫോമിലാണ് യൂസ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ നോ വൺ എൻജോയ്സ് ദ ഫുഡ് എന്ന് വേണം നമ്മൾ പറയാനായിട്ട്. ഇനി ഞാൻ പറയാണ് എവരിബഡി പറയാം. എവരിബഡി, എവരിബഡി ഡാഷ് ടു മ്യൂസിക്. എവരിബഡി ഡാഷ് ടു മ്യൂസിക്. ലിസൺ ആണോ വരിക? ലിസൺസ് ആണോ വരിക? എവരിബഡി അല്ലെങ്കിൽ ലവ്സ് എന്നുള്ള വാക്ക് കേൾക്കുക. എവരിബഡി ലവ് ആണോ വരിക? ലവ്സ് ആണോ വരിക? എവരിബഡി ലവ് മ്യൂസിക് ആണോ വരിക? ലവ്സ് മ്യൂസിക്. അപ്പൊ നമ്മൾ വിചാരിക്കും എവരിബഡി അല്ലേ, പ്ലൂറൽ അല്ലേ, അപ്പൊ പ്ലൂറൽ ഫോമിലുള്ള വെർബ് ഉപയോഗിക്കാം, നമുക്ക് ലവ് ഉപയോഗിക്കാന്ന് വിചാരിക്കും. തെറ്റാണ്. എവരിബഡി വന്നു കഴിഞ്ഞാലും എന്ത് തന്നെയാണ് വരേണ്ടത്? ലവ്സ് തന്നെയാണ് വരേണ്ടതെന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഈ ഗ്രൂപ്പിൽ പെടുന്ന ഏത് വാക്ക് വന്നു കഴിഞ്ഞാലും നമ്മൾ എന്ത് യൂസ് ചെയ്യണം? നമ്മുടെ വെർബ് എന്ന് പറയുന്നത് സിംഗുലർ ആണെന്ന് മനസ്സിലാക്കി വെക്കുക. ക്ലിയർ ആണേ? ഇനി ഒരു റൂളും കൂടെ നമുക്കൊന്ന് പഠിക്കാം. എന്താണ് ജെറണ്ട് എന്നുള്ള വാക്ക് കേട്ടിട്ടുണ്ടോ? ജെറണ്ട് എന്നുള്ള വാക്ക് കേട്ടിട്ടുണ്ടോ? ജെറണ്ട് എന്ന് പറയുന്നത് എന്താണ്? ഒരു സെന്റൻസ് ING ഫോമിലുള്ള വാക്കിൽ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾ ജെറണ്ട് എന്ന് നമ്മൾ പറയും അല്ലെ. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ സ്മോക്കിംഗ് ഈസ് ഇൻജൂറിയസ് ടു ഹെൽത്ത് എന്നാണ് പറയുക അല്ലെ. സ്മോക്കിംഗ്. ഇവിടെ സ്മോക്കിംഗ് സാധാരണ ING ഫോം എന്തിന്റെ കൂടെയാണ് യൂസ് ചെയ്യുക? നമ്മള് ING ഫോം നമ്മൾ ക്രിയയുടെ കൂടെയാണ് നമ്മൾ യൂസ് ചെയ്യുക എന്നുള്ളതാണ് അല്ലെ. ചില കേസിൽ നമുക്ക് നമ്മുടെ
നൗണിന്റെ കൂടെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. നൗണിന്റെ കൂടെ യൂസ് ചെയ്യാം. അങ്ങനെ നൗണിന്റെ കൂടെ യൂസ് ചെയ്ത് വരുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, നമ്മള് ജെറണ്ട് എന്ന് പറയുന്നത്. ഇവിടെ സ്മോക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുക വലിക്കുക എന്നല്ല അർത്ഥം വരുന്നത്. പുക വലിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രവൃത്തിയാണ് അല്ലെ, ഓടുക, ചാടുക, കിടക്കുക, അല്ലെങ്കിൽ ഇടിക്കുക, പുക വലിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പ്രവൃത്തിയാണ് അല്ലെ, അങ്ങനെയല്ലേ നമ്മൾ പറയാ. പക്ഷെ ഇതൊരു പ്രവൃത്തിയല്ല, ഇതെന്താണ്, ഇതൊരു സാധനമാണ്, ഇതൊരു വസ്തുവാണ് അല്ലെ. ഇവിടെ എന്താ നമ്മൾ പറയുന്നത്, നമ്മള് ഈ സ്മോക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുകവലി എന്നുള്ളതാണ്. പുകവലി കേട്ടോ, പുക വലിക്കുക ഒരു വെർബാണ്. പുകവലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഹാബിറ്റ് ആണ് അല്ലെ. പുകവലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ്, ഒരു സബ്ജക്റ്റ് ആണെന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. അപ്പൊ അങ്ങനെ ഒരു സബ്ജക്ട് അല്ലെങ്കിൽ ഒരു നൗണിന്റെ കൂടെയാണ് ING വരണമെങ്കിൽ അത് നമ്മൾ എന്ത് പറയണത്, നമ്മള് ജെറണ്ട് എന്നുള്ള വാക്കാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് അല്ലെ. അപ്പൊ ജെറണ്ടിലാണ് ആരംഭിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അവിടെ വരേണ്ട വെർബ് എന്ന് പറയുന്നത് എന്തായിരിക്കണം, സിംഗുലർ ആയിരിക്കണം. അവിടെ വരണ വെർബ് എന്ന് പറയുന്നത് എന്തായിരിക്കണം, സിംഗുലർ ആയിരിക്കണം എന്ന് മനസ്സിലാക്കി വെക്കാം. ഓക്കെ. പിന്നെ വേറൊരു വാക്ക് പറയാണ് ഡയറ്റിംഗ്. ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് ആണ് അല്ലെ. ഡയറ്റിംഗ് ഡാഷ് ബിക്കം എ ട്രെൻഡ് എന്ന് ഞാൻ പറയാണ് അല്ലെ. ഇപ്പൊ നമ്മൾ പല തരത്തിലുള്ള ഫാസ്റ്റിങ്ങും ഡയറ്റിങ്ങും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ. 16 മണിക്കൂർ ഫാസ്റ്റ് ചെയ്യണം എന്നൊക്കെ കണ്ടിട്ടുണ്ട് അല്ലെ. ഇപ്പൊ ഡയറ്റ് എടുക്കുക, ശരീരം നോക്കാന്നൊക്കെ പറയുന്നത് ഒരു ട്രെൻഡാണ്. ഇവിടെ ഡയറ്റിംഗ് എന്ന് പറയുന്നത് ഇതൊരു നൗൺ ആണോ വെർബാണോ? തീർച്ചയായിട്ടും ഇതൊരു നൗൺ തന്നെയാണ്. കാരണം എന്താ, നൗണിന്റെ കൂടെ ING ഫോം ചേർത്ത് വന്നിരിക്കുന്നു. അപ്പൊ അതിനെ നമ്മള് പ്രത്യേകിച്ച് നമ്മൾ എന്തെന്ന് പറയുന്നത്, നമ്മൾ ജെറണ്ട് എന്ന് പറയുന്നത് നമ്മൾ അല്ലെ. നൗണിന്റെ കൂടെ ING ഫോം ചേർത്തുകൊണ്ട് സെന്റൻസിന്റെ തുടക്കത്തിൽ വരികയാണെങ്കിൽ അതിനെ ജെറണ്ട് എന്ന് പറയുന്നു. ജെറണ്ട് വന്നു കഴിഞ്ഞാൽ എപ്പോഴും നമ്മുടെ വെർബ് എന്തായിരിക്കണം, സിംഗുലർ ആയിരിക്കണം. അപ്പൊ ഡയറ്റിംഗ് ഹാസ് ആണോ വരിക, ഹാവ് ആണോ വരിക? ഡയറ്റിംഗ് ഹാസ് ബിക്കം എ ട്രെൻഡ് ആണോ, ഹാവ് ബിക്കം എ ട്രെൻഡ് ആണോ? സിംഗുലർ ആയതുകൊണ്ട് തന്നെ നമ്മൾ അതിനെ ഹാസ് ബിക്കം എ ട്രെൻഡ് എന്ന് വേണം നമ്മൾ പറയാനായിട്ട്. ക്ലിയർ ആണ്? അപ്പൊ ഏകദേശം നമ്മളൊരു 15 മേലെ റൂൾസ് നമ്മൾ ഇന്ന് പഠിച്ചിട്ടുണ്ടെന്നുള്ളതാണ് അല്ലെ. ഇങ്ങനെ നമ്മളൊരു 150ഓളം റൂൾസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് മൊത്തം ടോപ്പിക് നമുക്കൊന്ന് കവർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ. ഈ പഠിച്ച ടോപ്പിക്കിൽ നിന്ന് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചോദിച്ചോളൂ. കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ, ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഇനി ഇത് നമ്മൾ പ്രാക്ടീസ് ചെയ്യാം. ഇത് നമ്മൾ മുൻവർഷ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ എടുത്ത് ചെയ്യുമ്പോഴാണ് നമുക്ക് ഇന്ന റൂള് കൊണ്ടാണ് ഇതിന്റെ ആൻസർ വരാത്തത്, അല്ലെങ്കിൽ ഇന്ന ഇതുകൊണ്ടാണ് വരണേ എന്നുള്ളത് നമുക്ക് അപ്പോഴേ മനസ്സിലാവുള്ളൂ. ഇപ്പൊ നമ്മൾ റൂളായിട്ട് മാത്രം നമ്മൾ പഠിച്ചു പോവുകയാണ്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. നമുക്ക് നാളെ ഒരു ദിവസം കൂടി ആയിരിക്കും നമ്മുടെ ഫ്രീ ക്ലാസ്സസ് ഉണ്ടായിരിക്കുക. നെക്സ്റ്റ് വീക്ക് തൊട്ട് നമ്മുടെ പെയ്ഡ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്. പേഴ്സണലി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ചോദിക്കണമെങ്കിൽ തീർച്ചയായിട്ടും എന്നോട് ചോദിക്കാവുന്നതാണ്. നമ്മുടെ ക്ലാസ്സുകളുടെ ഒരു സ്ട്രക്ചർ ഞാൻ പറഞ്ഞു തന്നു കഴിഞ്ഞു. 1 വർഷം നീണ്ടു നിൽക്കുന്ന ക്ലാസ്സസ് ആയിരിക്കും. ഒരു 6-7 മാസത്തിനുള്ളിൽ തന്നെ നമ്മൾ ഫുൾ സിലബസ് നമ്മൾ കവർ ചെയ്യും. അതായത് ഞാൻ പാരലായിട്ട് ഓഫ്ലൈൻ ബാച്ചും ചെയ്യുന്നുണ്ട്, ഓൺലൈൻ ബാച്ചും ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്കൊരു ഡിസംബറോട് കൂടി തന്നെ നമുക്ക് നമ്മുടെ സിലബസ് നമുക്ക് കവർ ചെയ്തിട്ട് നമുക്കൊരു റിവിഷൻ ടൈം നമുക്കൊന്ന് കിട്ടണം. ഈ പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്നുകൊണ്ട് റിവൈസ് ചെയ്ത് നമുക്ക് ഒരു സെറ്റ് പഠനം കൂടെ, ഇപ്പൊ നമ്മളിപ്പോ ഡിസംബർ കഴിഞ്ഞാലും നിങ്ങൾക്ക് ക്ലാസ്സസ് കിട്ടിക്കൊണ്ടിരിക്കും. നിങ്ങളുടെ കാലാവധി കഴിയുന്നില്ല. നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ ചാനലിൽ ഇടുന്നതായിട്ടുള്ള എല്ലാ ക്ലാസ്സസിനും ആക്സസ് നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കും. അതിപ്പോ 1 കൊല്ലം കഴിഞ്ഞാലും നിങ്ങൾക്ക് അതിന്റെ ആക്സസ് കിട്ടിക്കൊണ്ടിരിക്കും. ഞാൻ പറഞ്ഞത് എന്താന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ സിലബസ് നമ്മൾ കവർ ചെയ്യുന്നത് ഒരു 6-7 മാസം കൊണ്ട് നമ്മൾ കവർ ചെയ്തുകൊണ്ട് പിന്നെ നമ്മൾ റിവിഷൻ ക്ലാസ്സസ് നമ്മൾ കൂടുതൽ ഫോക്കസ് കൊടുത്തുകൊണ്ട് 1 കൊല്ലം കഴിയുമ്പോഴേക്കും നമ്മൾ മാക്സിമം വേണ്ട എല്ലാ കാര്യങ്ങളും പഠിച്ച് 1 ഇയറിന് ശേഷം വരുന്ന എല്ലാ എക്സാംസും എഴുതാവുന്ന രീതിയിൽ, എഴുതാന്ന് പറഞ്ഞാൽ വെറുതെ എഴുതല്ല, ജോലി കിട്ടാവുന്ന രീതിയിൽ എഴുതാവുന്ന രീതിയിൽ നിങ്ങളെ ഞാൻ പ്രാപ്തരാക്കിയിരിക്കുക. അങ്ങനെയാണ് നമ്മുടെ ഒരു കോഴ്സ് ഞാൻ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ. 1 ഇയർ എന്ന് പറഞ്ഞാൽ സഫീഷ്യന്റ് ടൈമാണ്. ഇപ്പൊ നമ്മളൊരു ജൂണിലൊക്കെ ആകുമ്പോഴേക്കും തന്നെ നമ്മുടെ എല്ലാ ഇതും റെഡി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എപ്പോ വേണമെങ്കിലും എക്സാം വരാം. അപ്പൊ ഓഗസ്റ്റിന് ആവണമെന്ന് നിർബന്ധമില്ല. SSC CGL ആണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ അത് ആവണമെന്ന് നിർബന്ധമൊന്നുമില്ല അല്ലെ. ചിലപ്പോൾ നേരത്തെ വരാതിനാണ്. നമ്മൾ എന്തായാലും ജൂൺ ആകുമ്പോഴേക്കും നമ്മൾ റിവിഷൻസും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് പ്രോപ്പറായി റെഡി ആയിട്ട് നമ്മൾ എക്സാം എഴുതാൻ നിൽക്കുകയാണ്. അതിനൊപ്പം തന്നെ വരുന്ന മറ്റ് എക്സാംസ് നമുക്ക് എഴുതാന്നുള്ളത്. ഇപ്പൊ ഇന്നിപ്പോ SBI PO നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അത്യാവശ്യം നല്ല ഒഴിവുണ്ട്. SBI PO അത്യാവശ്യം ടഫ് ഉള്ള ഒരു എക്സാം ആണ്. SSC CGL-നേക്കാളും ഞാൻ രണ്ടും എഴുതി വിജയിച്ച ഒരാളായതുകൊണ്ടും പറയാണ്, എനിക്ക് SSC CGL-നേക്കാളും ടഫായിട്ട് എനിക്ക് തോന്നിയൊരു എക്സാം ആണ് SBI PO എക്സാം എന്ന് പറയുന്നത്. SBI PO എക്സാം എഴുതി പാസ്സായിട്ട് ഞാൻ SBI-ലാണ് ഞാൻ വർക്ക് ചെയ്തിരുന്നത്. ഞാനൊരു 14-15 വർഷം ഉണ്ടായിരുന്നു. അവിടുന്ന് VRS എടുത്താണ് ഞാൻ പിന്നെ ഇതുപോലുള്ള സ്ഥാപനങ്ങൾ സ്റ്റാർട്ട് ചെയ്തേക്കുന്ന ക്ലാസ്സസ് എടുക്കുന്നത്. അപ്പോൾ 2 എക്സാം എഴുതിയ വ്യക്തി എന്ന നിലയ്ക്ക് എനിക്കറിയാം
കുറച്ചുകൂടെ ടഫ് ആയിരിക്കും. നമ്മുടെ കുറച്ചുകൂടെ പ്രിപ്പറേഷൻസ് നമ്മളൊന്ന് സ്മാർട്ട് ആക്കി എടുക്കണം. മാത്രമല്ല ടിയർ 1 എന്ന് പറയുമ്പോൾ ടിയർ 1 ജിക്ക് ഒന്നും വരുന്നില്ല. ഇംഗ്ലീഷും മാത്സും റീസണിംഗ് ആണ് മെയിൻ ആയിട്ട് വരുന്നത്. അത് ഫോക്കസ് ചെയ്താൽ തന്നെയാണ് നമുക്ക് കാര്യമുള്ളൂ എന്നുള്ളതാണ്. അപ്പൊ അതൊന്ന് ക്ലിയർ ആയിട്ട് സിലബസ് വൈസ് ഒന്ന് നമ്മൾ നോക്കി നമ്മളൊന്ന് പഠിക്കേണ്ടതായിട്ടുള്ള ആവശ്യകത ഉണ്ടെന്ന് മനസ്സിലാക്കുക കേട്ടോ. അപ്പൊ നമ്മുടെ കോഴ്സിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ പേഴ്സണലി എനിക്ക് മെസ്സേജ് അയക്കുക, അല്ലെങ്കിൽ ഗ്രൂപ്പിൽ അയച്ചാലും മതി. ഞാൻ അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു തരുന്നതായിരിക്കും. ക്ലിയർ ആണ്?